ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
वातालये समनिशं हृदि भावयामि। ॐ नमो नारायणाय, ॐ नमो नारायणाय, ॐ नमो भगवते वासुदेवाय, ॐ श्रीकृष्ण परमात्मने नमः। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः। श्री गुरुवायूरप्प शरणं, श्री गुरुवायूरप्प शरणं। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ശ്രീമദ് ഭാഗവത ജ്ഞാന ഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തൃതീയ സ്കന്ധത്തിലെ 23-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 8-ാമത്തെ ശ്ലോകം ഏകദേശം പറഞ്ഞപ്പോഴാണ് നമ്മുടെ റേഞ്ച് പോയി, നമ്മൾ നിർത്തി. സമയമായിരുന്നു, പിന്നെ രണ്ടാമത് തുടങ്ങണ്ടെന്ന് വെച്ച് കട്ടായത് അവിടെ നിന്ന് നിർത്തി. കായേന വാച നമ്മളൊക്കെ അവരവരുടെ മനസ്സിൽ ചൊല്ലി. അതിൻ്റെ തുടർച്ചയായിട്ടിന്ന് 9 മുതൽക്കുള്ള ശ്ലോകങ്ങൾ കാണണം. നമുക്ക് വായിക്കാം. ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ വായിക്കാം. 23-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ ത്രയോവിംശതിതമോऽധ്യായः. മൈത്രേയ ഉവാച. പിതൃഭ്യാം പ്രസ്ഥിതേ സാധ്വി പതിമിംഗിതകോവിദാ നിത്യം പര്യചരത് പ്രീത്യാ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ വിസൃജ്യ കാമം ദംഭം ച ദ്വേഷം ലോഭം അകം മദം അപ്രമത്താ ഉദ്യതാ നിത്യം തേ ധീയാം സം അതോഷയത് സ വൈ ദേവർഷിവർയസ്താം മാനവീം സമനുവ്രതാം ദൈവാദ്ഗരീയസ പത്യുഃ ആശാസാനാം മഹാശിഷഃ കാലേന ഭൂയസാ ക്ഷാമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗതയാ വാചാ പീഡിതകൃപയാ ബ്രവീത. കർദമ ഉവാച. തുഷ്ടോഹമദ്യ തവ മാനവി മാനദായാഃ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാം അയമതീവ സുഹൃൽ സ്വദേഹോ നാവേക്ഷിതഃ സമുചിതഃ ക്ഷപിതും മദർത്ഥേ. യേ മേ സ്വധർമ്മനിരതസ്യ തപഃ സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവൽ പ്രസാദാഃ താനേവ തേ മദനുസേവനയാ വരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിതരാമി അഭയാൻ അശോകാൻ. അന്യേ പുനർഭഗവതോ ബ്രുവ ഉദ്വിജൃംഭ വിഭ്രംസിതാർത്തരജനാഃ കിമുരുക്രമസ്യ സിദ്ധാസി പുങ്ഷ്വ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാൻ നരൈർദുരധികാൻ നൃപവിക്രിയാഭിഃ. ഏവം ബ്രുവാണമപലാകില യോഗമായാ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരേഷദ്വ്രീഡാവലോക വിലസദ്ഹസിതാനനാഃ. ദേവഹൂതിരുവാച. രാബ്ധം വദ ദ്വിജവൃഷൈതമോഘയോഗമായാദിപേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യദായി സമയഃ സകൃദംഗസംഗോ ഭൂയാദ്ഗരീയസി ഗുണഃ പ്രസവഃ സതീനാം. തത്രേധികൃത്യമുപശിക്ഷയതോപദേശം യേനൈഷ മേ കർഷിതോതിരിരംസയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. മൈത്രേയ ഉവാച. പ്രിയായാഃ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷപ്തഃ തർഹ്യേവ ആവിരചീകരത് സർവകാമദുഃഖം ദിവ്യം സർവരത്നസമന്വിതം
സർവർദ്ധി ഉപജയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം പട്ടികാഭിപതാകാഭിഃ വിചിത്രാഭിരലങ്കൃതം സ്രഗ്ഭിർവിചിത്രമാല്യാഭിർമഞ്ജുഷിഞ്ചൽ ഷഡംഗ്രിഭിഃ ദുകൂലക്ഷൗമകൗശേയൈർനാനാവസ്ത്രൈർവിരാജിതം ഉപര്യുപരി വിന്യസ്തനിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശിപുഭിക്കാന്തം പര്യങ്കവ്യജനാസനൈഃ തത്ര തത്ര വിനിക്ഷിപ്തനാനാശില്പോപശോഭിതം മഹാമരതകസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ ദ്വാസു വിദ്രുമദേഹള്യാഭാതം വജ്രകവാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രിതം ചക്ഷുഷ്മത്പത്മരാഗാഗ്രൈഃ വജ്രഭിത്തിഷു നിർമ്മിതൈഃ ജുഷ്ടം വിചിത്രവൈതാനൈഃ മഹാർഹൈർഹേമതോരണൈഃ ഹംസപാരാവതവ്രാതൈഃ തത്ര തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനൈഃ സ്വാൻ അതിരുഹ്യ ച ഹംസ വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാംഗണാചിരൈഃ യഥോപജോഷം രചിതൈഃ വിസ്മാപനമിവാത്മനഃ ഈദൃഗൃഹം തൽപശ്യന്തീം നാതിപ്രീതേന ചേതസാ സർവഭൂതാശയാഭിജ്ഞഃ പ്രാവോചത്കർദമസ്വയം നിമജ്യാസ്മിൻ ഹൃദേ ഭീരു വിമാനം ഇദമാരുഹ ഇദം ശുക്ലകൃതം തീർത്ഥം ആശിഷാം യാപകം നൃണാം സാ തൽഭർത്തുസ്സമാദായ വചക്കുവലയക്ഷണ സരജം ബിഭ്രതീവാസോ വേണീഭൂതാംശ്ച മൂർധജാൻ അംഗം ച മലപങ്കേന സഞ്ചന്നം ശബളസ്തനം ആവിവേശ സരസ്വത്യാ സരശിവജലാശയം സാന്തഃസരസി വേശ്മസ്താ ശതാനി ദശകന്യകാഃ സർവാ കിശോരവയസോ ദദർശോൽപലഗന്ധയഃ താം ദൃഷ്ട്വാ സഹസോത്ഥായ പ്രോജുഃ പ്രാഞ്ജലയ സ്ത്രിയഃ വയം കർമ്മകരീസ്തുഭ്യം ശാദിനഃ കരവാമ കിം സ്നാനേന താം മഹാർഹേണ സ്നാപയിത്വാ മനസ്വിനിം ദുകൂലേ നിർമ്മലേ നൂത്നേ ദദുരസ്യൈ ച മാനദാഃ ഭൂഷണാനി പരാർധ്യാനി വരീയാം സിദ്ധ്യുമന്തി ച അന്നം സർവഗുണോപേതം പാനം ചൈവാമൃതാസവം അധാദർശേ സ്വമാത്മാനം സ്രഗ്വിണം വിരജാംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയനം കൂജൽ കാഞ്ചനനൂപുരം ശ്രോണ്യോരദ്യസ്തയാ കാഞ്ച്യാ കാഞ്ചന്യാ ബഹുരത്നയാ ഹാരേണ ച മഹാർഹേണ രുചകേന ച ഭൂഷിതം സുതദാ സുബ്രുവാ ശ്ലക്ഷ്ണസ്നിഗ്ധാഭാംഗേന ചക്ഷുഷാ പത്മകോശസ്പൃതാ നീലൈരളകൈശ്ച ലസന്മുഖം യദാ സസ്മാരർഷഭം ഋഷീണാം ദയിദം പതിം തത്ര ചാസ്തേ സഹസ്ത്രീഭിഃ യത്രാസ്തേ സ പ്രജാപതിഃ ഭർത്തുഃ പുരസ്താദാത്മാനം സ്ത്രീസഹസ്രവൃതം തദാ നിശാമ്യ തദ്യോഗഗതിം സംശയം പ്രത്യപദ്യതാം സതാം കൃതമലസ്നാനാം വിഭ്രാജന്തീം അപൂർവവത് ആത്മനോ ബിഭ്രതീം രൂപം സംവീതരുചിരസ്തനീം വിദ്യാധരി സഹസ്രേണ സേവ്യമാനാം സുവാസസം ജാതഭാവോ വിമാനം തദാരോഹയത് അമിത്രഹൻ തസ്മിന്നലുപ്തമഹിമാ പ്രിയാനുരക്തോ വിദ്യാധരീഭിരുപചീർണവപുർവിമാനി ബഭ്രാജ ഉത്കജ കുമുദ്ഗണവാൻ അപീച്യസ്താരാഭിരാവൃതൈവോടുപതിർനഭസ്തഃ തേനാഷ്ടലോകപവിഹാരകുലാചലേന്ദ്രദ്രോണീഷ്വനംഗസകമാരുതസൗഭഗാസു സിദ്ധൈർനുതോ ദ്യുധ്വനിപാദശിവസ്വനാസു രേമേ ചിരം ധനതവത് ലലനാവരുധി. നാരായണ 39 ശ്ലോകം വരെ വായിച്ചു. 57 ശ്ലോകങ്ങളാണുള്ളത്. ബാക്കി തുടരുമ്പോൾ വായിക്കാം. നാരായണ നാരായണ. ദേവഹൂതിയും കർദമനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഈ അധ്യായം പ്രധാനമായും വർണ്ണിക്കുന്നത്. അതിൽ
വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാർ പോയതിനു ശേഷം ദേവഹൂതി ദേവി തൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് പതിവ്രതാധർമ്മം അനുഷ്ഠിച്ച് ശുശ്രൂഷിച്ചത് എന്ന് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും വളരെ ആഴത്തിൽ ഇവിടെ മൈത്രേയ മഹർഷി പറഞ്ഞു. എന്തൊക്കെ ഗുണങ്ങൾ ആ ദേവഹൂതി ദേവിക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളും അത് കണ്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തമ മാതൃകയാണ് ദേവഹൂതി എന്ന ദേവി. 7 ഗുണങ്ങൾ എങ്ങനെയാണ് ഒരു പതിവ്രതയ്ക്ക് ഉണ്ടാവേണ്ടത് എന്ന് 2-ാം ശ്ലോകത്തിലും, ഉണ്ടാവാൻ പാടില്ലാത്ത 6 ദോഷങ്ങളെ 3-ാം ശ്ലോകത്തിലും കാണിച്ചു തന്നുകൊണ്ട് അപ്രമത്തയായി നിത്യമുദ്യതയായി ഉത്സാഹഭരിതയായിക്കൊണ്ട് തേജസ്വിയായ തപസ്വിയായ തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചു. ആ ദേവർഷിവര്യൻ തന്നെ അനുസരിക്കുന്നവളായ ആ ഭാര്യയെ ശ്രദ്ധിക്കുന്നത് വളരെ വൈകിയാണ്. വർഷങ്ങൾ കഴിഞ്ഞാണ് താൻ വിവാഹിതനാണെന്നും തന്നെ സേവിച്ചുകൊണ്ടൊരു പതിവ്രത തൻ്റെ കൂടെ ഉണ്ടെന്നും അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ. അതുവരേക്ക് അദ്ദേഹം തൻ്റെ പൂർവ്വ ജീവിതം, ബ്രഹ്മചര്യം, താപസവൃത്തി അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സംസ്കാരം കൊണ്ട്. അപ്പോൾ യാദൃച്ഛികമായോ മറ്റോ ദേവഹൂതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി. വളരെ കാലമായി തന്നെ സേവിച്ചുകൊണ്ട് ക്ഷാമയായിരിക്കുന്നു. ക്ഷാമ എന്നാൽ ക്ഷീണിത, ക്ഷയിച്ചവൾ, കർഷിത, വ്രതചര്യയാ കർഷിത. വ്രതചര്യ കൊണ്ട് വളരെയധികം ക്ലേശിച്ച് പീഡിതയാണ്. ശരീരം കണ്ടാൽ അറിയാം. നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല. വസ്ത്രധാരണത്തിലോ തൻ്റെ തലമുടി നേരാക്കുന്നതിലോ മറ്റ് തൻ്റെ ശരീര രക്ഷയ്ക്കോ യാതൊരു കാര്യത്തിലും ആ ദേവിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയും ഭർത്താവിൻ്റെ സുഖത്തിൽ മാത്രം ശ്രദ്ധയോടുകൂടിയിട്ട് തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നവളായിരുന്നു. ആ ദേവിയെ കണ്ടിട്ട് പീഡിതനായി, കൃപയാ പീഡിത, കാരുണ്യം കൊണ്ട് പരവശനായി, ഉള്ള നൊന്തു അദ്ദേഹത്തിന്. അങ്ങനെ പ്രേമഗദ്ഗതയാ വാചാ അബ്രവീത്. ആ പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട്, ഗദ്ഗത കണ്ടത്തോടുകൂടിയ വാക്കുകളെ കൊണ്ട് ആ കർദമ പ്രജാപതി ദേവിയോട് ഇപ്രകാരം പറഞ്ഞു. പശ്ചാത്താപ വിവശനായിക്കൊണ്ട് ദേവിയോട് പറഞ്ഞു, ഹേ മാനവി, നീ എനിക്ക് നിത്യവും മാനം നൽകുന്നു. അങ്ങനെയുള്ള നിന്റെ സേവ കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, നിന്റെ പരമമായ ഭക്തി കൊണ്ട് ഞാൻ നല്ലതുപോലെ സന്തോഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഓരോ ദേഹിക്കും അവരുടെ ശരീരമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നാൽ എനിക്ക് വേണ്ടി എന്നെ സേവിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന നീ നിന്റെ ആ ശരീരത്തെ ക്ഷയിപ്പിച്ച് കളയുന്നതിൽ ഒരു മടിയും കാണിച്ചില്ല. നിന്റെ ശരീരത്തെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നീ അല്പം പോലും ശ്രദ്ധ കാണിച്ചില്ല. അപ്പോൾ സ്വന്തം ശരീരത്തെ വിസ്മരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചിരിക്കുന്ന നിന്റെ ആ വ്രതത്തിൽ, നിന്റെ പാതിവ്രത്യ ധർമ്മത്തിൽ ഞാൻ അതീവ പ്രീതനായിരിക്കുന്നു എന്ന് 1-ാമത്തെ ശ്ലോകം കൊണ്ട് കർദമൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, 7-ാമത്തെ ശ്ലോകത്തിൽ പറയണു, എൻ്റെ സ്വധർമാനുഷ്ഠാനം കൊണ്ട്, എൻ്റെ തപസ്, സമാധി, എൻ്റെ വിദ്യ, എൻ്റെ ആത്മയോഗം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഏതെല്ലാം സിദ്ധികളെ, ഏതെല്ലാം ഭഗവത് പ്രസാദങ്ങളെ ഞാൻ നേടിയിട്ടുണ്ടോ അതൊക്കെ എന്നെ സേവിച്ചതുകൊണ്ട് നിനക്കും പാതി അർഹതയുണ്ട്. അതെല്ലാം നീ ഒന്ന് കാണൂ. നിനക്ക് കിട്ടാൻ പോകുന്നതായിട്ടുള്ള സുഖങ്ങൾ, ഭോഗങ്ങൾ, സിദ്ധികൾ എന്തൊക്കെയാണെന്ന് നീ കാണൂ. ഇത് അഭയങ്ങളും അശോകങ്ങളുമാണ്. ബാക്കി ലൗകികങ്ങളായിട്ടുള്ള ഏത് സുഖങ്ങളാണെങ്കിലും അത് നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ശോകകാരണമാണ്, അത് ഭയമുണ്ടാക്കുന്നതാണ്. ഭയസ്ഥാനങ്ങളാണ് ലോകത്തിലെ സകല സുഖങ്ങളും. എന്നാൽ ഈശ്വരപ്രീതി കൊണ്ട് ലഭിച്ചിട്ടുള്ള, തപസ്സുകൊണ്ട് നേടിയിട്ടുള്ള
ഈ അനുഭവങ്ങൾ ഒരിക്കലും നിനക്ക് നശിക്കുകയില്ല, നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു തരം പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ബാക്കി 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ കാലസ്വരൂപനായ ഉരുക്രമനായ ഭഗവാന്റെ പുരികക്കൊടിയുടെ ചലനത്തിന് അനുസരിച്ച് നശിക്കുന്നവയാണ് ഈ ലോകത്തിലെ സകല സ്ഥാനമാനങ്ങളും സകല പദാർത്ഥങ്ങളും. ബ്രഹ്മദേവന്റെ പദവി അടക്കം ഭഗവാൻ ഒന്ന് പുരികം വളച്ചാൽ, ഒന്ന് പുരികം മുകളിലോട്ടാക്കിയാൽ വീഴുന്നതാണ് ബ്രഹ്മാവിൻ്റെ പദവി അടക്കം. അപ്പോൾ അങ്ങനെയുള്ള സുഖഭോഗങ്ങൾ എന്തിന്? ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള അർഹതയ്ക്കനുസരിച്ച് നിനക്ക് അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള വിഭവങ്ങളിതാ നിന്റെ ധർമ്മം കൊണ്ട് നീ നേടിയിരിക്കുന്നു, നീ സിദ്ധയായിരിക്കുന്നു. ഭുങ്ഷ്വ, അനുഭവിച്ചാലും. രാജാക്കന്മാർക്ക് പോലും അവരുടെ എത്ര പരാക്രമം ചെയ്താലും അവർക്ക് അധിഗമിക്കാൻ പറ്റാത്തവയാണ് ഈ ദിവ്യങ്ങളായിട്ടുള്ള ഭോഗങ്ങൾ. ദിവ്യാൻ നറൈർ ദുരധികാൻ നൃപവിക്രിയാഭിഹി. നൃപവിക്രിയകളെ കൊണ്ടുള്ള നരന്മാർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ദുരധികാൻ ദുഃഖേന അധിഗമിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് പ്രാപിക്കാൻ ക്ലേശമാണ്. അപ്പൊ രാജാക്കന്മാർക്ക് പോലും എത്ര ശക്തന്മാരും പരാക്രമികളും അധ്വാനശീലരുമായിട്ടുള്ള രാജാക്കന്മാരായിക്കോട്ടെ, അവർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള ഭോഗങ്ങളാണ് നിനക്കായിട്ട് വന്നു ചേർന്നിരിക്കുന്നത്. അത് കാരണം നിന്റെ തപസ്സാണ്, നിന്റെ പാതിവ്രത്യ നിഷ്ഠയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാലം നിനക്ക് സങ്കടമുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാം ഫലം ഇതാ നീ ഇപ്പോഴാണ് അനുഭവിക്കാൻ പോകുന്നത്. സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. 9-ാമത്തെ ശ്ലോകം മൈത്രേയ മഹർഷിയുടെ വാക്കുകളാണ്. വിദുരനോട് ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ദേവഹൂതി ദേവി എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും മറ്റുമൊക്കെ ഉള്ള മൈത്രേയ വചനമാണ് 9-ാമത്തെ ശ്ലോകം. ഏവം ബ്രുവാണമബലാഖില യോഗമായ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത് സംപ്രശ്രയ പ്രണയ വിക്വലയാ ഗിരേഷത് വ്രീഡാവലോക വിലസത് ഹസിതാനനാഹ. ഏവം ബ്രുവാണം അബല അഖില യോഗമായ വിദ്യാവിചക്ഷണം അവേക്ഷ്യ ഗദാദിഹി ആസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിര ഈഷത് വ്രീഡാവലോക വിലസത് ഹസിതാനനാ. ആഹാ. ഇപ്പൊ ദേവി ആഹ എന്ന് പറഞ്ഞാൽ പ്രാഹ മറുപടി പറഞ്ഞു എന്നാണ്. എങ്ങനെ ആയിക്കൊണ്ട്, എന്തായിരുന്നു ആ സമയത്ത് ദേവിയുടെ ഭാവം എന്നാണ് ബാക്കി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ അഖില യോഗമായ വിദ്യാവിചക്ഷണം ഏവം ബ്രുവാണം അവേക്ഷ്യ. ഏവം ബ്രുവാണം ഇങ്ങനെ പറയുന്നവനായ കർദമനെ അവേക്ഷ്യ നോക്കിയിട്ട് കണ്ടിട്ട് എന്നൊക്കെ അർത്ഥമാണ്. എങ്ങനെയുള്ള ആളാണ് ഈ കർദമൻ? അഖില യോഗമായ വിദ്യാവിചക്ഷണം. അഖില യോഗമായകളിലും വിദ്യകളിലും വിചക്ഷണനാണ് ആള് എന്ന് പറഞ്ഞാൽ, യോഗമായ എന്ന് പറഞ്ഞാൽ സിദ്ധികൾ തന്നെയാണ്. അഷ്ടസിദ്ധികൾ, ഐശ്വര്യങ്ങൾ എന്നൊക്കെ പറയുന്ന അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നൊക്കെ പറയുന്ന സിദ്ധികളൊക്കെ അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ തപസ്സിന്റെ ഫലമായിട്ട്. അതാണ് ഇവിടെ അഖില യോഗമായ വിദ്യാവിചക്ഷണം. അവയുടെ വിദ്യയിൽ, അവരുടെ ഉപാസനയിൽ സമർത്ഥനാണ്. അപ്പോൾ എല്ലാ സിദ്ധികളും അദ്ദേഹത്തിന് എന്താ പറയുക, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ അദ്ദേഹത്തെ സേവിക്കുന്നു. അങ്ങനെയുള്ള സമർത്ഥനായിരിക്കുന്ന ആ കർദമനെ നോക്കിയിട്ട് അവേക്ഷ്യ അബലാ ഗദാദിഹി ആസീത്. അബലയായ, അബല എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സ്വഭാവം അബലത്വമാണ് അല്ലേ? അപ്പൊ ആ സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ അബല എന്ന് പറഞ്ഞു. അബലയായിട്ടുള്ള ആ ദേവഹൂതി ഗദാദിഹി ആസീത്. ഗദാദിഹി എന്ന് പറഞ്ഞാൽ ആദിഹി ഗദ. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആദി മുഴുവൻ ഗതമായി പോയി. എല്ലാ ആദിയും പോയവളായി ഭവിച്ചു.
അപ്പൊ ഇത്രയും കാലം അബലത്വം ഉണ്ടായിരുന്നു, അവൾക്ക് സ്ത്രീത്വം ഉണ്ടായിരുന്നു. വളരെ കാലമായി വളരെ കഷ്ടത്തോടുകൂടി തന്റെ പാതിവ്രത്യനിഷ്ഠ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഭർത്താവിനെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ ചെറിയ ആകുലതയുണ്ടാവും തീർച്ചയായിട്ടും. എന്താണ് ഭർത്താവ് എന്നെ അറിയാത്ത, എന്നെ തിരിഞ്ഞു നോക്കാത്ത, ഞാൻ അദ്ദേഹത്തെ സേവിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പതിവ്രതയായ പത്നിയല്ലേ ഞാൻ, എൻ്റെ ആഗ്രഹങ്ങളെ അദ്ദേഹം സാധിച്ചു തരേണ്ടതല്ലേ, എൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തത് എനിക്ക് ദാമ്പത്യ സുഖവും സമ്പത്തും എല്ലാം നൽകി എന്നെ അനുഗ്രഹിക്കാനല്ലേ, ഗൃഹസ്ഥാശ്രമ സുഖം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയല്ലേ ഇതുപോലൊരു മഹാത്മാവിനെ ഞാൻ വിവാഹം കഴിച്ചത്. എന്നിട്ടും എന്തേ അദ്ദേഹം ഇത്രയും കാലമായിട്ട് എന്നെ തിരിഞ്ഞു നോക്കാത്തത്, എന്നിൽ പ്രസാദിക്കാത്തതെന്താ, ഞാൻ ചെയ്യുന്നത് പോരാതെയാണോ, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആധി എന്തായാലും ഉണ്ടാവും. വർഷങ്ങളായില്ലേ സേവിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം അബലയാണ് അല്ലേ, ആ അബലയായതുകൊണ്ട് തന്നെ ഉള്ളിലൊരു ചെറിയ ആധി ഉണ്ടായിരുന്നു. ഇനി ഇദ്ദേഹം ജീവിതകാലം മുഴുവൻ ഇതുപോലെ തപസ്വിയായിട്ട് കഴിഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ലല്ലോ എന്നുള്ള ആധി ഉണ്ടാകും. തനിക്ക് സന്തതികളെ തരാതെ ഇദ്ദേഹം ഇനി മരിച്ചു പോകുമോ എന്നും കൂടി പേടിയുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ആ ആദിയൊക്കെ പോയവളായി ഗദാദിഹി ആസീത്, ആദികളെല്ലാം പോയവളായി ഭവിച്ചു, അബല സബലയായി മാറിയിട്ടുണ്ടാവും, നല്ല ധൈര്യം വന്നിട്ടുണ്ടാവും. എന്നിട്ട് സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരാ ഈഷദ് വ്രീഡാവലോക വിലസത് ഹസിതാനന. ആഹ ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എങ്ങനെയായിട്ട്, എന്ത് വാക്കുകളെ കൊണ്ട്? സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിര. സംപ്രശ്രയം, പ്രണയം, അതിൻ്റെയൊക്കെ വിഹ്വലത, അങ്ങനെയുള്ള ഗിര. ഗിര എന്ന് പറഞ്ഞ വാക്കുകൊണ്ട്, ഗീഹി എന്നത് വാക്ക്, അതിൻ്റെ തൃതീയ ഗിര, വാക്കിനാൽ, വാക്കുകളെ കൊണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ എങ്ങനെയുള്ള വാക്കുകൊണ്ട്? സംപ്രശ്രയം. സംപ്രശ്രയം എന്ന് പറഞ്ഞാൽ അത്യന്ത വിനയം. പ്രശ്രയം എന്ന് പറഞ്ഞാലേ വിനയമാണ്. സംപ്രശ്രയം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വിനീതയായിട്ട് തൻ്റെ വിനയം നല്ലതുപോലെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രണയവിഹ്വലത എന്ന് പറഞ്ഞാൽ പ്രണയ പാരവശ്യം, ഭർത്താവിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാത്സല്യം കണ്ടപ്പോൾ ഒക്കെ ഉണ്ടായതായിട്ടുള്ള ഒരു വിഹ്വലത, തൻ്റെ ഉള്ളിലെ ഒരു പാരവശ്യം ഉണ്ടാകും. ഇത്രയും കാലം താൻ എന്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നുവോ അത് ലഭിക്കുകയാണിതാ അല്ലേ. വളരെ കാലം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബമ്പർ പ്രൈസ് അടിച്ചാൽ എങ്ങനെയിരിക്കും, എന്ത് വിഹ്വലതയുണ്ടാവും? അതിനേക്കാളൊക്കെ വലിയ വിഹ്വലതയാണ് ഇവിടെ. ഇത്രയും കാലം സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്ന, തൻ്റെ ഭർത്താവിൻ്റെ ഒരു നല്ല വാക്കിന് വേണ്ടി കാത്തിരുന്ന, വാത്സല്യത്തിന് വേണ്ടി കാത്തിരുന്ന അവൾക്ക് ആ ഭർത്താവിൽ നിന്ന് നല്ല വാക്കുകൾ ഉണ്ടായപ്പോൾ പ്രണയവിഹ്വലത ഉണ്ടായി. അപ്പോൾ വിനയം കൊണ്ടും പ്രേമപാരവശ്യം കൊണ്ടും ഇടറിയ വാക്കുകളെ കൊണ്ട് എന്നർത്ഥം. ഗിര ഗദ്ഗത കണ്ടയായിക്കൊണ്ട് ഈഷത് വ്രീഡാവലോക വിലസത് ഹസിതാനന. ആഹ. ഈഷത് എന്ന് പറഞ്ഞാൽ അല്പം, വ്രീഡ എന്ന് പറഞ്ഞാൽ ലജ്ജ, ലജ്ജയോടുകൂടിയ അവലോകനം. നേരിട്ട് നോക്കില്ല സ്ത്രീകള് അല്ലേ. സ്ത്രീകളുടെ സൗന്ദര്യം തന്നെ ലജ്ജയാണ്. ആ ലജ്ജയുള്ള സ്ത്രീകള്, കുലസ്ത്രീകള് പുരുഷന്മാരുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കുകയില്ല. അതാണ് വ്രീഡാവലോകം, വ്രീഡയോടുകൂടിയ അവലോകം, ലജ്ജയോടുകൂടിയതായിട്ടുള്ള നോട്ടം. അതുപോലെ വിലസത് ഹസിതാനന, വിലസിക്കുന്ന പ്രകാശിക്കുന്ന ഹസിതം, മന്ദഹാസത്തോടുകൂടിയ മുഖത്തോടുകൂടിയവളായിട്ട്, പുനിലാവ് പോലെ പ്രകാശിച്ച മുഖത്തോടുകൂടിയവളായിട്ട് തൻ്റെ ഭർത്താവിനോട് ആഹ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ദേവഹൂതി പറഞ്ഞു എന്നുള്ളതാണ്. അതിനെ വളരെ മനോഹരമായിട്ട് ആ രംഗത്തെ മൈത്രേയൻ വർണ്ണിക്കുകയാണ്. ഏവം ബ്രുവാണമബലാഖിലയോഗമായ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയാ ഗിരേഷദ്വ്രീഡാവലോക വിലസത് അസിതാനനാഹ. ദേവഹൂതിയുടെ വാക്കുകളാണ് ഇനി 2 ശ്ലോകങ്ങൾ. ദേവഹൂതിരുവാച
രാദംബദ ദ്വിജവൃഷ ഏതദമോഘയോഗമായാദിബേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേ അഭ്യദായി സമയഃ സകൃതംഗസംഗോ ഭൂയാദ്ഗരീയസി ഗുണ പ്രസവസതീനാം തത്രേധികൃത്യമുപശിക്ഷയതോപദേശം യേനൈഷമീകർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വ. 2 ശ്ലോകങ്ങൾ ദേവഹൂതിയുടെ വാക്കുകളാണ്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഒരു സതിക്ക്, ഒരു പതിവ്രതയ്ക്ക് ഏറ്റവും ഭൂഷണമായിരിക്കുന്നത് തൻ്റെ ദൈവത്തെ പോലെയുള്ളതായിട്ടുള്ള ഭർത്താവിൽ നിന്ന് നല്ല സന്തതികൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം അങ്ങയിൽ നിന്ന് നല്ല സന്തതികൾ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയമാണ് ഈ 10-ാം ശ്ലോകത്തിൽ അഥവാ ദേവഹൂതിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രാദംബദ ദ്വിജവൃഷയേതമോഘയോഗമായാദിപേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യദായി സമയഃ സകൃതംഗസംഗോ ഭൂയാദ്ഗരീയസി ഗുണ പ്രസവസതീനാം. ഭർത്താവിനെ സംബോധന ചെയ്യാണ് ദ്വിജവൃഷ എന്നാണ്. ദ്വിജവൃഷ എന്ന് പറഞ്ഞാൽ ദ്വിജന്മാരിൽ വെച്ച് ഋഷഭനായിരിക്കുന്നവനെ. ഋഷഭൻ എന്നാൽ ശ്രേഷ്ഠൻ എന്നർത്ഥത്തിൽ. പലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രാഹ്മണോത്തമ എന്നൊരു അർത്ഥം. ഇനി അങ്ങ് ദ്വിജനുമാണ്, അങ്ങ് എനിക്ക് എൻ്റെ കാമങ്ങളെ വർഷിക്കുന്നവനുമാണ്, എൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നവനുമാണ്. ആ അർത്ഥത്തിലും വൃഷ. രണ്ടായിട്ടും പിരിച്ചും വായിക്കാം. ദ്വിജ വൃഷ എന്നും വേണമെങ്കിൽ വായിക്കാം. പക്ഷെ ഇവിടെ ദ്വിജവൃഷ, ബ്രാഹ്മണ ശ്രേഷ്ഠ, അത് തന്നെയാണ് പദം. വിഭോ, എന്തിനും സമർത്ഥനായിരിക്കുന്നവനെ. ഭർത്തഃ, അല്ലയോ ഭർത്താവേ. അങ്ങനെ 3 സംബോധനയാണ്. ദ്വിജവൃഷ, വിഭോ, ഭർത്തഃ. എന്നിട്ട് അമോഘയോഗമായാദിപേ ത്വയി ഏതത് രാദ്ധം തത് അവൈമി. തത് അവൈമി, അതറിയുന്നു ഞാൻ. അവൈമി എന്ന് പറഞ്ഞാൽ അഹം അവൈമി, ഐ അണ്ടർസ്റ്റാൻഡ്. അവ ഏമി, അവഗമിക്കുന്നു ഞാൻ, ഞാൻ പ്രാപിച്ചിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്ത്? ഏതത്, ഇത്. എന്താണത്? അമോഘയോഗമായാദിപേ ത്വയി. അമോഘം എന്ന് പറഞ്ഞാൽ മോഘമല്ലാത്തത്, വ്യർത്ഥമല്ലാത്തത്. യോഗമായ എന്ന് പറഞ്ഞാൽ സിദ്ധികൾ. ആ സിദ്ധികളുടെ ആധിപത്യം അങ്ങയിലുണ്ട് എന്ന കാര്യം എനിക്കറിയാം. ഐ നോ. അങ്ങൊരു സിദ്ധനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, എനിക്ക് സംശയമില്ല. ഇപ്പൊ കാണിച്ചു കൊടുത്തുല്ലോ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ആ ദൃഷ്ടിയെ ഞാൻ നൽകാം. എനിക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള സിദ്ധികളെക്കുറിച്ച് നീ കാണൂ, എന്നെ സേവിക്കുന്ന അണിമാതി സിദ്ധികളെ നീ കാണൂ എന്നൊക്കെ പറഞ്ഞുല്ലോ. അതിന് മറുപടിയായിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും അങ്ങയ്ക്ക് ഈ യോഗമായ സിദ്ധികളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു, എനിക്കറിയാം. അങ്ങ് അത്രയും വലിയ മഹാനാണ്, താപസനാണ്. അപ്പോൾ അമോഘയോഗമായാദിപേ ത്വയി, അങ്ങനെയുള്ള ത്വയി അങ്ങയിൽ ഏതത് രാദ്ധം. ഏതത് രാദ്ധം എന്ന് പറഞ്ഞാൽ, രാദ്ധം എന്ന് പറഞ്ഞാൽ സിദ്ധം എന്ന് തന്നെയാണ് അർത്ഥം. ഇത് നൽകപ്പെട്ടിരിക്കുന്നു, ഇത് കിട്ടിയിരിക്കുന്നു, അങ്ങയ്ക്ക് ഈ സിദ്ധികളെല്ലാം അങ്ങയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. തദവൈമി. ഇനി എനിക്ക് എന്താ വേണ്ട? ആ സിദ്ധികളൊന്നും ഇപ്പോൾ തൽക്കാലം എനിക്ക് വേണ്ട. എനിക്ക് ആ സിദ്ധികളിലൊന്നും താല്പര്യമില്ല. പിന്നെയോ സകൃത് അംഗസംഗ യഹ സമയ തേ അഭ്യദായി ഭൂയാത്. യഹ സമയ തേ അഭ്യദായി. ഏതൊരു വ്യവസ്ഥ അങ്ങയാൽ മുമ്പ് എൻ്റെ അച്ഛനോട് പറയപ്പെട്ടുവോ? എന്തിനായിക്കൊണ്ട്? സന്തതികൾ ഉണ്ടാകാനായിക്കൊണ്ട്, അല്ലേ? അങ്ങ് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇവളിൽ എനിക്ക് സന്താനങ്ങളുണ്ടായാൽ ഞാൻ സന്യാസധർമ്മം സ്വീകരിച്ചു പോകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവളിൽ സന്തതികൾ ഉണ്ടാകും എന്നുള്ള വാക്ക് എൻ്റെ അച്ഛനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തതികൾ ഉണ്ടാവണ്ടേ? ആ സന്തതികൾ ഉണ്ടാവേണ്ട സമയം ഇപ്പോൾ ആയിരിക്കുന്നു. അതാണ് യഹ സമയ. സമയം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, നിശ്ചയം, കണ്ടീഷൻ
എന്നൊക്കെ അർത്ഥമാണ്. ഏതൊരു വ്യവസ്ഥ, ഏതൊരു നിശ്ചയം തേ അഭ്യതായി അങ്ങയാൽ അഭിദാനം ചെയ്യപ്പെട്ടുവോ, എൻ്റെ അച്ഛനോട് പറയപ്പെട്ടുവോ, അത് ഭൂയാത്, അത് ഭവിക്കട്ടെ, ആ സമയമായിരിക്കുന്നു. എന്തിനുള്ളത്? സകൃത് അംഗസംഗ, എന്നോടുള്ള അംഗസംഗം, ശരീരസ്പർശം, ദാമ്പത്യസുഖം എനിക്ക് അനുഭവിക്കുവാനുള്ളതായിട്ടുള്ള ആ സമയം ആയിരിക്കുന്നു. ഗരീയസി സതീനാം പ്രസവ ഗുണ. ഗരീയസി, ഗുരുവായിരിക്കുന്ന, മഹാനായിരിക്കുന്ന, ഗരിയാൻ എന്ന് പറഞ്ഞാൽ മഹാൻ, ഗുരുത്വമേറിയവൻ, മഹത്വമേറിയവൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അങ്ങയെ പോലെയുള്ളതായിട്ടുള്ള മഹാനായ ഭർത്താവിൽ സതീനാം പ്രസവ, സതികൾക്കുള്ള പ്രസവം, സതികൾക്ക്, പതിവ്രതകൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് ഗുണ, അത്യന്തം ശ്രേഷ്ഠമാകുന്നു, ഉത്കൃഷ്ടമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പതിവ്രതമാരുടെ മാഹാത്മ്യം ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന മഹാത്മാക്കളായ സന്തതികളിലൂടെയാണ്. ആ സന്തതികളിലൂടെ നമ്മുടെ പേരും പ്രശസ്തിയും കുലമഹിമയും എന്നും ലോകത്തിൽ നിലനിൽക്കും. കുട്ടികളുണ്ടായില്ലെങ്കിൽ നമ്മളോടുകൂടി നമ്മുടെ ചരിത്രവും അവസാനിക്കുകയാണ്. ആരും അറിയാൻ പോകുന്നില്ല ഭാവിയിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ തിരുശേഷിപ്പുകളാണ് നമ്മുടെ സന്തതികൾ. സന്തതി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. സന്താനം, സന്തതി എന്നൊക്കെ വാക്കിന്റെ അർത്ഥം എക്സ്റ്റൻഷൻ എന്നാണ്. സമ്യക് തനോതി, നാം നമ്മെ വിസ്തരിക്കുന്നതാണ്, നമ്മെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ സന്തതികൾ. കാലത്തിലേക്കുള്ള നമ്മുടെ എക്സ്റ്റൻഷനാണ് നമ്മുടെ സന്തതികൾ. എല്ലാ കാലത്തും എൻ്റെ പേര് നിലനിൽക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സന്തതികളെ ജനിപ്പിക്കുന്നു. ആ സന്തതികൾ നന്നായാൽ അവരിലൂടെ എൻ്റെ പേര് നിലനിൽക്കുന്നു. നല്ല മക്കളുണ്ടായി അവർ പേരെടുത്താൽ, ഇപ്പൊ ശങ്കരാചാര്യരെ പോലൊരു മഹാൻ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവർ കാര്യമായിട്ട് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർ നല്ല സദാചാരമുള്ള വൈദിക ജീവിതമുള്ള നല്ല ഗൃഹസ്ഥന്മാരായിരുന്നു. അല്ലാതെ അവർ ലോകപ്രശസ്തി നേടാനുള്ള ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആദിശങ്കര ഭഗവത്പാദരെ പോലെ മഹാനായിട്ടുള്ളൊരു പുത്രനെ അവർ ജന്മം കൊടുത്തത് കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, ശങ്കരാചാര്യരുടെ നാമം നിലനിൽക്കുന്നിടത്തോളം കാലം ശിവഗുരുവും ആര്യാമ്പയും ചർച്ച ചെയ്യപ്പെടും. അവരുടെ മഹിമയും എല്ലാവരും ആദരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഗൃഹസ്ഥരായിരിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തനിക്ക് ചെയ്യാൻ പറ്റാത്ത ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യാൻ യോഗ്യനായിട്ടുള്ള പുത്രനുണ്ടാവണം. ആ പുത്രൻ തങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് യശസ്വിയായി ലോകം കൊണ്ടാടുന്നവനായി അയാളുടെ പേര് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടാൽ കൂട്ടത്തിൽ നമ്മുടെ പേരും, അല്ലെ, അച്ഛനമ്മമാരുടെ പേരും ആ കൂട്ടത്തിൽ ഉണ്ടാകും. ഇന്ന ആളുടെ മകനായിരുന്നു, ഇന്ന ആളുടെ അമ്മയുടെ പേരിന്നതായിരുന്നു, അച്ഛൻ്റെ പേരിന്നതായിരുന്നു, മുത്തശ്ശൻ്റെ പേരിന്നതായിരുന്നു. ഇപ്പോൾ ശിവഗുരുവിൻ്റെ അച്ഛൻ്റെ പേര് വിദ്യാധിരാജൻ എന്നായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയണു. എങ്ങനെ അറിയാൻ കഴിയണു? ശങ്കരാചാര്യർ പ്രശസ്തനായതുകൊണ്ട്. അല്ലെങ്കിൽ ആരറിയാൻ പറ്റും? ഇപ്പം നമ്മുടെ മുത്തശ്ശന്മാരുടെ മുകളിലുള്ള തലമുറകളുടെ പേരാർക്കെങ്കിലും അറിയോ? നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന്, അല്ലേ? കാരണം അവരുടെ പേരുകളൊന്നും ചരിത്ര രേഖകളിൽ എവിടെയും എഴുതപ്പെട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങയെപ്പോലൊരു മഹാന്റെ പുത്രൻ എനിക്കുണ്ടായാൽ ഞാൻ ധന്യയായി. അതാണ് ഇവിടെ പറയുന്നത്. സതീനാം പ്രസവ ഗുണ, ആരിൽ ഗരീയസി, ഗുരുത്വമേറിയ മഹത്വമേറിയ മഹാത്മാക്കളിൽ നിന്ന് പതിവ്രതകൾക്ക് സന്തതികൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. അപ്പോൾ ഗരീയസി ഗുണപ്രസവ സതീനാം എന്നുള്ള വാക്കുകൊണ്ട് സന്താന ലാഭത്തിനായിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാതെ പറയുകയാണ്. അങ്ങയെപ്പോലുള്ള ഒരു മഹാനിൽ നിന്ന് സന്തതി ഉണ്ടാകുന്നത് എനിക്ക് ഏറ്റവും ഗുണമാണ് എന്ന് പറയുന്നതിലൂടെ എനിക്ക് സന്തതിയെ നൽകണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ്. രാദ്ദംബദ ദ്വിജവൃഷ ഏതദമോഘയോഗമായാതിപേ ത്വയി വിഭോ തദവൈമി ഭർത്തഃ യസ്തേഭ്യദായി സമയഃ
തത്രേധികൃത്യമുപശിക്ഷ യഥോപദേശം യേനൈഷ മേ കർഷിതോതിരിരംസയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വ. തത്ര എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? എനിക്ക് സന്തതി ഉണ്ടാകേണ്ട വിഷയത്തിൽ, ഇൻ ദാറ്റ് മാറ്റർ. ഇപ്പൊ സന്തതി ഉണ്ടാവണം എനിക്ക് ആ വിഷയത്തിൽ. തത്ര ഇതി കൃത്യം ഉപശിക്ഷ. ഇതി കൃത്യം, എന്താണ് കർത്തവ്യം, വാട്ട് ടു ഡു, അതിനെ ഉപശിക്ഷ, അങ്ങ് അനുശാസിച്ചാലും അല്ലെങ്കിൽ വേണ്ടതുപോലെ സങ്കല്പിച്ചാലും, യഥോപദേശം. യഥോപദേശം, ഉപദേശം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നർത്ഥമാണ്. യഥാശാസ്ത്രം, എങ്ങനെയാണോ പൂർവീകന്മാർ ശാസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചിരിക്കുന്നത്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുവാൻ എന്തൊക്കെ ധാർമ്മികമായിട്ട് വേണമെന്ന്, ഏതെല്ലാം ഭോഗങ്ങൾ അവർക്ക് അനുഭവിക്കാമെന്ന്, ഏതെല്ലാം സൗകര്യങ്ങളാകാമെന്ന് ശാസ്ത്രങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ, ആ ഭോഗങ്ങളെയെല്ലാം ആ സൗകര്യങ്ങളെയെല്ലാം അങ്ങ് സങ്കല്പിച്ച് നിർമ്മിച്ചാലും എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ താപസന്മാരായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. ഒന്നുമില്ല അവിടെ. ഒരു തപസ്വിയുടെ പർണശാല മാത്രമേ ഉള്ളൂ അവിടെ. വേറെ എന്താ പറയുക, നമുക്ക് ദാമ്പത്യ സുഖം അനുഭവിക്കണമെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ ഉള്ളില് പ്രകാശിക്കണമെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം വേണം. കാമോദ്ദീപകങ്ങളായിരിക്കുന്ന, അല്ലേ, ആ ശൃംഗാരഭാവമൊക്കെ വരുന്നതായിട്ടുള്ള പരിതസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാവങ്ങളൊക്കെ വരികയുള്ളൂ. അല്ലാതെ മരുഭൂമി പോലെയുള്ളിടത്ത് ആർക്കാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുക? ഇവിടെ ഇപ്പം മരുഭൂമിയല്ല, വളരെ നല്ലൊരു താപസാശ്രമമാണ്. കർദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ ഇപ്പോൾ തപസ്സിൻ്റെതായിട്ടുള്ള സ്ഥാനമായതുകൊണ്ട് അവിടെ ഹോമങ്ങളുടെയും യാഗങ്ങളുടെയും പൂജകളുടെയും അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി മാത്രമാണ്. ഒരു ദാമ്പത്യത്തിൻ്റെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ എന്താ, വിവാഹിതരായിട്ടുള്ള വധൂവരന്മാർക്ക് വേണ്ടി അവരുടെ മംഗളഗൃഹം, അല്ലേ, ശയനഗൃഹമെല്ലാം ഒരുക്കുന്ന പതിവുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇന്നൊക്കെ എങ്ങനെയെന്നൊന്നും അറിയില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതെന്തിനാണ്? ആ ഒരു അനുകൂല മനോഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെയുള്ളതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ, ഭോഗങ്ങളൊക്കെ അങ്ങ് സങ്കല്പിച്ച് തയ്യാറാക്കൂ. അങ്ങ് സിദ്ധനല്ലേ? സിദ്ധനായിട്ടുള്ള അങ്ങയ്ക്ക് ഏതും മനസ്സിൽ ചിന്തിച്ചാൽ എല്ലാം അവൈലബിൾ ആവും. അതാണ് ഉപശിക്ഷ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങ് സങ്കല്പിച്ചാലും ശാസ്ത്രീയമായിട്ട് ശാസ്ത്രങ്ങൾ സമ്മതിച്ചിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഏതെല്ലാം ഭോഗങ്ങൾ വേണോ, എന്തെല്ലാം ചെയ്യണമോ, തത്ര യഥോപദേശം ഇതി കൃത്യം ഉപശിക്ഷ. എന്നിട്ട് യേന തേ മനോഭവദർശിതായാഹ മേ അതിരിരംസയാ കർഷിതഃ ദീനഃ ആത്മാ സിദ്ധ്യേത ഈശ സദൃശം ഭവനം വിചക്ഷ്വ. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയായാൽ എൻ്റെ ശരീരം വേണ്ടതുപോലെ യോഗ്യമായി തീരും, എങ്ങനെയായാൽ അതിന് സദൃശമായിട്ടൊരു ഭവനം ഇവിടെ ഉണ്ടാകും, ഈ രണ്ട് കാര്യങ്ങളും അങ്ങ് ചെയ്യണം. ഇപ്പോഴുള്ള എൻ്റെ ശരീരം വളരെ കർഷിതമാണ്, വളരെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒരു നിരാശ പോലെ. നിരാശയില്ല, പ്രത്യാശയുണ്ട്. കാരണം അദ്ദേഹം സിദ്ധനാണ്, മഹാനാണ്. അദ്ദേഹത്തിന് എങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ടുള്ള പ്രതീക്ഷയോടുകൂടി പറയാണ്, ഇപ്പോൾ എൻ്റെ ശരീരം വളരെ കൃശമായിരിക്കുന്നു, ജീർണിച്ചിരിക്കുന്നു. ഇതുകൊണ്ടല്ലല്ലോ നമ്മൾ ദാമ്പത്യം അനുഭവിക്കേണ്ടത്. അപ്പൊ തപസ്സുകൊണ്ട് കർഷിതയായിരിക്കുന്ന എൻ്റെ ശരീരത്തെ മാറ്റിത്തരൂ, നമ്മുടെ ഭവനത്തെ ഒന്ന് നല്ലതുപോലെ മോടി പിടിപ്പിക്കൂ. നമുക്ക് നല്ലൊരു ഭവനത്തിലിരുന്നാൽ മാത്രമേ സുഖമായിട്ടുള്ള ദാമ്പത്യം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതാണ് പ്രാർത്ഥന. അപ്പൊ അതിന് പറയണു, യേന തേ മനോഭവദർശിതായാഹ അതിരിരംസയാ മേ അതിരിരംസയാ കർഷിതഃ ദീനഃ ആത്മാ സിദ്ധ്യത. ഇവിടെ ആത്മാ എന്നുള്ളത് കൊണ്ട് ശരീരം അടക്കമുള്ളതായിട്ടുള്ള ആ ഒരു വ്യക്തിത്വം,
ഹോൾ ബീയിങ്. ശരീരം തളർന്നാൽ മനസ്സും തളരും, അല്ലേ? എല്ലാം തളരും, ഇന്ദ്രിയങ്ങൾ തളരും. അപ്പം എല്ലാം പുഷ്ടി പ്രാപിക്കണം. ആത്മാ സിദ്ധിയത, ആത്മാവിനെ സിദ്ധിക്കണം. സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ രതി സമർത്ഥമാകണം, ദാമ്പത്യത്തിന് യോഗ്യമായി ഭവിക്കണം. അപ്പം അത് കർഷിതമാണ്. എങ്ങനെ കർഷിതമായിരിക്കണോ? തേ മനോഭവദർശിതായാഹ, തേ അങ്ങയെക്കുറിച്ചിട്ടുള്ള മനോഭവം. മനോഭവം എന്ന് പറഞ്ഞാൽ കാമദേവന്റെ പര്യായമാണ്. മനസ്സിൽ ഭവിക്കുന്നവൻ കാമദേവൻ. അപ്പൊ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള കാമദേവന്റെ ദർശനം, ദർശിത എന്ന് പറഞ്ഞാൽ പീഡിതയാണ് ഞാൻ. ഇത്രയും കാലം മന്മഥ വികാരം ഞാൻ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങയോട് എനിക്ക് കാമമുണ്ടായിരുന്നു, അങ്ങയെ പ്രാപിക്കാൻ എനിക്ക് കൊതിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങ് അനുകൂലനായിരുന്നില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഞാൻ കർഷിതയായിരുന്നു, ഞാൻ പീഡിതയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത്. മേ അതിരിരംസയ എന്ന് പറയുന്നുണ്ട്. മേ എൻ്റെ അതിരിരംസ, റിരംസ എന്ന് പറഞ്ഞാൽ രന്തും ഇച്ഛ, രമിക്കുവാനുള്ള ഇച്ഛ. അപ്പൊ അങ്ങയുമായിട്ട് രമിക്കുവാനുള്ള ഇച്ഛ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങ് അത് ഇത്രയും കാലം പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കർഷിതയായിരുന്നു. അവിവാഹിതകളായിരിക്കുന്ന സ്ത്രീകൾ കർഷിതരാവുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞതല്ല, വേറെ ആരും പറഞ്ഞതല്ല. മഹാനായ ബുദ്ധിമാനായിട്ടുള്ള ചാണക്യൻ പറഞ്ഞതാണ്. സ്ത്രീണാം അമൈഥുനം ജരാ. സ്ത്രീകൾക്ക് ദാമ്പത്യ സുഖമില്ലാതിരുന്നാൽ അവർക്ക് വേഗം ജര ബാധിക്കും. എന്താ പറഞ്ഞാൽ ജീർണത ബാധിക്കും, ശരീരം ക്ഷയിച്ചു പോകും, മെലിഞ്ഞു പോകും. അവർ ഉള്ളിൽ ക്ഷയിക്കുകയാണ്, ഉള്ളിൽ തപിക്കുകയാണ്. ആ താപം കൊണ്ടാണ് ശരീരം ഉരുകിപ്പോകുന്നത്, ക്ഷയിച്ചു പോകുന്നത് എന്നർത്ഥം. ചാണക്യൻ പറഞ്ഞു വെച്ചതാ. സ്ത്രീണാം അമൈഥുനം ചരാ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാനിതാ കർഷിതയായിരിക്കുന്നു. ദീനഹ ആത്മാ സിദ്ധിയ. അപ്പൊ ദീനയുമായിരിക്കുന്നു ഞാൻ, പരവശയായിരിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ ശരീരം എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്ന സൗന്ദര്യമുള്ള ശരീരമായിട്ട് എനിക്ക് ലഭിക്കുക, രതിസമർത്ഥമായ ശരീരം ലഭിക്കുക. ഹേ ഈശ, എന്തിനും ശക്തനായിരിക്കുന്നവനെ, ഈശ്വരതുല്യനായിരിക്കുന്നവനെ, സദൃശം ഭവനം വിചക്ഷ, അതിന് സമാനമായിരിക്കുന്ന സദൃശമായിരിക്കുന്ന ഗൃഹത്തെയും അങ്ങ് വേണ്ടതുപോലെ ചിന്തിച്ചാലും, വിചക്ഷ നല്ലതുപോലെ വിഷ്വലൈസ് ചെയ്യൂ എന്നാണ്. വിഷ്വലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും സങ്കല്പിച്ചാൽ സൃഷ്ടിയായി. മഹാത്മാക്കളുടെ ഉള്ളിൽ സങ്കല്പിച്ചാൽ മതി, അത് സത്യമായി തീരും. തപസ്സുള്ളവർ എന്ത് സങ്കല്പിച്ചാലും അത് സത്യമായി തീരും. സത്യസങ്കല്പന്മാരാണ് അവര്. അപ്പൊ അങ്ങൊന്ന് മനസ്സിലൊന്ന് കാണൂ, നല്ലൊരു ഭവനം. അതുപോലെ എൻ്റെ ശരീരത്തെയും നല്ലതുപോലെ രതിസമർത്ഥമാക്കി ചെയ്യൂ. ഇപ്പോ രണ്ടിനും, ഈ ഭവനത്തിനും അതിനുള്ള യോഗ്യതയില്ല, എൻ്റെ ശരീരവും വളരെ മോശമായിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ചെയ്തോളൂ എന്ന്, അല്ലേ? ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള കാമം സാധിക്കണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള അർത്ഥം വേണം. അർത്ഥമുണ്ടെങ്കിലേ കാമം സാധിക്കുകയുള്ളൂ, ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. അപ്പൊ അർത്ഥത്തിൽ അധിഷ്ഠിതമാണ് കാമം. അർത്ഥമില്ലാത്തടത്ത്, ധനമില്ലാത്തടത്ത് നമുക്ക് ഈ വക ചിന്തകളൊന്നും വരികയില്ല. ദാരിദ്ര്യം ബാധിച്ചവിടത്ത് അവിടെയുള്ള ആവലാദികൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് അതിൽ എന്താ പറയുക, ദാമ്പത്യ സുഖമൊന്നും ഉണ്ടാവുകയില്ല, താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല. ദാരിദ്ര്യം കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, ക്ലേശങ്ങൾ കൊണ്ട്. അപ്പം എല്ലാറ്റിനും സൗകര്യങ്ങൾ വേണം എന്നുള്ള ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തത്രേധികൃത്യമുപശിക്ഷ യഥോപദേശം യേനൈഷമേ കർഷിതോതിരിരംസയാത്മാ സിദ്ധ്യേദത്തെ കൃതമനോഭവദർശിതായ ദീനം സ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. അപ്പൊ ദേവഹൂതി ദേവി തൻ്റെ താല്പര്യവും ആഗ്രഹവും ഭർത്താവിനോട് പ്രകടിപ്പിച്ചു. അതിനുശേഷം ഭർത്താവ് എന്ത് ചെയ്തു എന്ന് പറയുന്നു ഇവിടെ. മൈത്രേയ ഉവാച പ്രിയായാഹ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ക്ഷത്തഃ തർഹ്യേവ ആവിരചീകരത്. മൈത്രേയ ഉവാച, മൈത്രേയൻ കഥ തുടരുകയാണ്. പ്രിയായാഹ പ്രിയം അന്വിച്ഛൻ, തൻ്റെ പ്രിയയുടെ
ദേവഹൂതി ദേവിയുടെ പ്രിയം, ആഗ്രഹം, ഇഷ്ടം അതെന്താണെന്ന് അറിഞ്ഞ് അൻവിച്ചൻ, അതിനെ ഇച്ഛിക്കുന്നവനായിട്ട്, അതിനെ ഫോളോ ചെയ്യുന്നവനായിട്ട്, എന്താണോ അവളുടെ ഇച്ഛ അത് തന്നെയാണ് തൻ്റെ ഇച്ഛ. അപ്പൊ അവൾക്ക് ആഗ്രഹമുള്ളതെല്ലാം താൻ സാധിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി അൻവിച്ചൻ കർദമഃ യോഗമാസ്ഥിത, ആ കർദമ പ്രജാപതി തൻ്റെ ആ യോഗബലത്തെ ഉറച്ചിരുന്നു, യോഗത്തിലിരുന്നു എന്ന് വെച്ചാലോ തൻ്റെ സിദ്ധികളെ പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിക്കൊണ്ട് ഒന്ന് ധ്യാനനിരതനായി. തൻ്റെ സിദ്ധികളെ കൊണ്ട് ഈ വക ആവശ്യമായിട്ടുള്ളതെല്ലാം സൃഷ്ടിക്കാൻ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കാനായിക്കൊണ്ട് അദ്ദേഹം ഒന്ന് യോഗ ആസനത്തിലിരുന്നു. ക്ഷത്തഃ, അല്ലയോ ക്ഷത്താവേ വിതുര, തർഹിയേവ, ഉടനെ തന്നെ, വേറൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നില്ല, ബാങ്കിൽ പോയി ലോൺ എടുക്കേണ്ടി വന്നില്ല, കഷ്ടപ്പെട്ട് കെട്ടിടം കെട്ടേണ്ടി വന്നില്ല, ഒന്നും വേണ്ടി വന്നില്ല. തർഹിയേവ, ഇമ്മീഡിയറ്റ് ആയിട്ട് കാമകം വിമാനം ആവിഹി അചീകരത്. കാമകം വിമാനം, കാമകം എന്ന് പറഞ്ഞാൽ കാമത്തിനനുസരിച്ച് ഗമിക്കുന്നത്, ഇച്ഛയ്ക്കനുസരിച്ച് ഗമിക്കുന്നത്, അതിലിരിക്കുന്ന അതിന്റെ ഉടമസ്ഥന്മാർ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതറിഞ്ഞു പോകുന്നതാണ് വിമാനം. ഡ്രൈവറുടെ ആവശ്യമില്ല, കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല, റിമോട്ട് കൺട്രോളിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല, പൈലറ്റ് ഒന്നും വേണ്ട. കാമകം, ഉടമസ്ഥൻ കാമിച്ചാൽ അതിനനുസരിച്ച് ഗമിക്കും. എവിടേക്ക് പോകട്ടെ എന്ന് ഉടമസ്ഥൻ ആഗ്രഹിച്ചാൽ മതി, അതറിയുന്ന വിമാനം, അതാണ് കാമകം വിമാനം. അങ്ങനെ സഞ്ചരിക്കുന്ന ആ വിമാനത്തെ ആവിരചീകരത്, ആവിഹി എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക, അചീകരത് ചെയ്തു, പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞാലോ പ്രത്യക്ഷമാക്കി, ആവിർഭവിപ്പിച്ചു, മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സങ്കല്പം കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ സൃഷ്ടി ചെയ്യാനുള്ള ശക്തി കൊണ്ട് തന്നെ സ്വയം സങ്കല്പിച്ച് അങ്ങനൊരു കാമകമായ വിമാനത്തെ നിർമ്മിച്ചു. ആ വിമാനത്തെ വർണ്ണിക്കുകയാണ് ഇനി കുറെ ശ്ലോകങ്ങൾ. എന്തൊക്കെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതൊക്കെ അതിലുണ്ട്. അപ്പോ ദേവഹൂതി ദേവി ഭർത്താവിനോട് പറഞ്ഞു, സദൃശം ഭവനം വിചക്ഷ്വ എന്ന് പറഞ്ഞു, നമുക്ക് സുഖം അനുഭവിക്കുവാൻ സദൃശമായിട്ടുള്ള ഭവനത്തെ അങ്ങ് നിർമ്മിക്കൂ എന്ന്. അപ്പോ ഈ ഋഷി കർദമ പ്രജാപതി ദേവിയുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിച്ചു കൊടുക്കുവാനായിക്കൊണ്ട് എന്തെല്ലാം ഭോഗങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അതെല്ലാം ഉള്ളതായിട്ട് ഈ വിമാനത്തെ സങ്കല്പിച്ച് നിർമ്മിക്കുകയാണ്. അപ്പോൾ ആ വിമാനത്തിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയാണ്, അതിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ്. സർവകാമദുഗം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിഃ പതാകാഭിഃ വിചിത്രാഭിർ അലങ്കൃതം സ്രഗ്ഭിർവിചിത്രമാല്യാഭിഃ മഞ്ജുസിഞ്ചക്ഷടംഗ്രിഭിഃ ദുകൂലക്ഷൗമകൗശേയൈഃ നാനാവസ്ത്രൈരലങ്കൃതം ഉപര്യുപരി വിന്യസ്തനിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈകശിബുഭിക്കാന്തം പര്യങ്കവചനാസനൈഃ തത്ര തത്ര വിനിക്ഷിപ്തനാനാശില്പോപശോഭിതം മഹാമരകതസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ ദ്വാസ്സു വിദ്രുമദേഹള്യാബാധം വജ്രകപാടവത് ശിഖരേഷ്വിന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രിതം ചക്ഷുഷ്മത്പദ്മരാഗാഗ്രൈഃ വജ്രഭിത്തിഷു നിർമ്മിതൈഃ ജുഷ്ടം വിചിത്രവൈദാനൈഃ മഹാർഹൈർഹേമതോരണൈഃ ഹംസപാരാവതവ്രാതൈഃ തത്ര തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനൈഃ സ്വാൻ അധിരുഹ്യ ച വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാംഗണാചിരൈഃ യഥോപചേഷം രചിതൈഃ വിസ്മാപനം ഇവാത്മനഃ. ഇത്രയും ശ്ലോകങ്ങൾ ആ വിമാനത്തെ വർണ്ണിച്ചതാണ്. നമുക്കൊന്നും ഈ കാലത്ത് പോലും ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലെയുള്ളതായിട്ടുള്ള സൗകര്യങ്ങളാണ്. 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ അതിലും കൂടിയ 7 സ്റ്റാർ ഹോട്ടൽ ഉണ്ടെങ്കിൽ അതിലോ ഒന്നും ചിന്തിക്കാൻ കഴിയാത്തതായിട്ടുള്ള സൗകര്യങ്ങളാണ്. രാജകൊട്ടാരങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതായിട്ടുള്ള സൗകര്യങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരക പോലെ, വൈകുണ്ഠം പോലെ
അതുപോലെയുള്ളതായിട്ടുള്ള സുഖങ്ങളാണ് ഈ വിമാനത്തിൽ സങ്കല്പിക്കുന്നത്. എന്തുകൊണ്ട്? ആ മഹാത്മാവിൻ്റെ തപശക്തി കൊണ്ട്. ഇപ്പോൾ മഹാത്മാക്കളുടെ തപശക്തി കൊണ്ട് എന്തു തന്നെ സാധിക്കില്ല എന്ന് കാണിച്ചു തരണം ഇവിടെ. സർവകാമദുഗം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്ധി ഉപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. സർവകാമദുഗം, സാമാന്യമായിട്ട് പറഞ്ഞാൽ സർവകാമങ്ങളെയും ഏത് ആഗ്രഹങ്ങളെയും ദുഃഖം ദോഹനം ചെയ്യുന്നത്, ചുരന്നു നൽകുന്നത്. ആ വിമാനത്തിലിരുന്നു കൊണ്ട് എന്ത് സങ്കല്പിച്ചുവോ അതൊക്കെ അവിടെ ഉണ്ടാവും. ഇതെവിടെ ഇല്ല എന്ന് ആ വിമാനത്തില് ഉള്ള മെയ്ഡുകൾ, അറ്റൻഡേഴ്സ് അവരൊന്നും പറയില്ല. അല്ലേ, നമ്മളിപ്പോ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസുമാരുണ്ട്. അതുപോലെ ഈ വിമാനത്തിലും ധാരാളം എയർ ഹോസ്റ്റസുമാരുണ്ട്. നൂറുകണക്കിന് ദാസികളുണ്ട്, ദേവഹൂതി ദേവിയെയും കർദമനെയും പരിചരിക്കാനായിക്കൊണ്ട്. അതൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഹോസ്റ്റസുമാരോടൊക്കെ നമ്മൾ എത്ര വലിയ ചാർജ് കൊടുത്തിട്ടും, അല്ലേ, എക്സിക്യൂട്ടീവും പ്രീമിയവും ഒക്കെ ആയിട്ടുള്ള ചാർജൊക്കെ കൊടുത്ത് നമ്മൾ വലിയ വിമാനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോഴും അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചതൊന്നും അതിലുണ്ടാവില്ല. അവരുടെ കയ്യിലുള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ളത് അവർ പറയുന്നത് ഇന്നതൊക്കെയാണ് ഉള്ളത്, വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, ഇന്ന വിലയാണ് എന്ന് പറയും. നമ്മൾ ചോദിച്ചതൊന്നും ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ കർദമ പ്രജാപതി നിർമ്മിച്ചതായിട്ടുള്ള വിമാനത്തില് അത് കാമദുഃഖം, സർവകാമദുഃഖം, ഏത് കാമങ്ങളുണ്ടെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിലും അവിടെ അവൈലബിൾ ആണ്. അത് ദോഹനം ചെയ്യുന്നതാണ്, ചുരക്കുന്ന ഒരു കാമധേനുവിനെ പോലെ. സർവകാമദുഃഖം സർവരത്ന സമന്വിതം. സർവരത്നങ്ങളും എന്ന് പറഞ്ഞാൽ, ഇവിടെ രത്നം എന്ന് പറഞ്ഞാൽ വെറും ഡയമണ്ട്സ്, ജ്വൽസ് മാത്രമല്ല, വില കൂടിയ അമൂല്യ വസ്തുക്കളെയൊക്കെ രത്നങ്ങൾ എന്ന് പറയും. അപ്പോൾ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിൽ പോലും അവൈലബിൾ അല്ലാത്ത അമൂല്യങ്ങളായ വസ്തുക്കൾ. ഇപ്പൊ കാമധേനു ഒരു രത്നമാണ്, ഉച്ചൈസ്രവസ് എന്ന കുതിര ഒരു രത്നമാണ്, ഐരാവതം ഒരു രത്നമാണ്, ഗജരത്നം. പാരിജാത വൃക്ഷം തരുരത്നമാണ്. അപ്സരസ്സുകൾ രത്നങ്ങളാണ്. ഇവരൊക്കെ എന്താ പറയുക, വിലമതിക്കാനാവാത്ത വസ്തുക്കളാണ്. അപ്പൊ അതുപോലെ സർവരത്ന സമന്വിതം എന്ന് പറഞ്ഞാൽ എല്ലാ അമൂല്യ വസ്തുക്കളും നിറഞ്ഞത് എന്നും കൂടി എടുക്കണം. രത്നങ്ങൾ പതിച്ചത് എന്ന് മാത്രമല്ല. രത്നങ്ങൾ വെറും ഡെഡാണ്, അത് കാണാൻ മാത്രമേ കൊള്ളുള്ളൂ, തിന്നാനൊന്നും പറ്റില്ല. അല്ലേ, രത്നങ്ങൾ പതിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കളർഫുൾ ആയിരിക്കും, നന്നായിരിക്കും, മോശമൊന്നുമില്ല, പ്രൗഢി കാണിക്കുന്നതാണ്. എങ്കിലും അതിൽ എല്ലാ വിലമതിക്കുന്ന വസ്തുക്കളും അമൂല്യമായിട്ടുള്ള വസ്തുക്കളും എല്ലാം അവൈലബിൾ ആയിരുന്നു എന്നും കൂടി. സർവരത്ന സമന്വിതം സർവർദ്ധി ഉപചയോദർക്കം. സർവവൃദ്ധി, എല്ലാ വൃദ്ധികളും എല്ലാ സമൃദ്ധികളും അത് ഉപചയ ഉദർക്കം, ഉത്തരോത്തരമായിട്ട് വർദ്ധിക്കുന്നത്. എടുക്കുന്തോറും കുറയല്ല, സ്റ്റോക്ക് തീരുകയല്ല, എടുക്കുന്തോറും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ അത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരും. അതാണ് സർവവൃദ്ധികളുടെയും ഉപചയ ഉദർക്കം, ഉദിച്ചുയരുന്നത്, സമൃദ്ധി ഉദിച്ചുയരുന്നത്. എന്താ വേണ്ട വെച്ചാൽ അത് ധാരാളം ഉണ്ടാവും. മണിസ്തംഭൈഹി ഉപസ്കൃതം. മണിസ്തംഭങ്ങൾ എന്നാൽ രത്നം കൊണ്ടുള്ളതായിട്ടുള്ള സ്തംഭങ്ങൾ, തൂണുകളൊക്കെ രത്നനിർമ്മിതമാണ്. അതുകൊണ്ട് ഉപസ്കൃതം, അലങ്കരിക്കപ്പെട്ടത്. അപ്പൊ രത്നനിർമ്മിതമായ തൂണുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും. സർവകാമദുഃഖം ദിവ്യം, അത് ദിവ്യമാണ്. ദിവ്യം എന്ന് പറഞ്ഞാലോ അലൗകികം, ഈ ലോകത്ത് കിട്ടാത്തത് എന്നർത്ഥം. ഈ ഭൂമിയിലൊന്നും അവൈലബിൾ അല്ലാത്ത ദിവ്യമായിട്ടുള്ളതാണ് ഈ വിമാനം. സർവരത്ന സമന്വിതം സർവർദ്യുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം ദിവ്യോപകരണോപേദം സർവകാല സുഖാവഹം പട്ടികാഭിഃ പതാകാഭിഃ വിചിത്രാഭിർ അലങ്കൃതം. ദിവ്യ ഉപകരണ ഉപേതം, ആ വിമാനത്തിലുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാവാം, കിടക്കാനുള്ള ശയ്യകളാകാം, അതുപോലെ വീശാനുള്ള വീശറികളാകാം, മറ്റ് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയതായിട്ടുള്ള വസ്തുക്കളാകാം, അതിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാകാം. ഇങ്ങനെ എന്തൊക്കെ ഉപകരണങ്ങൾ വേണോ ആ ഉപകരണങ്ങളെല്ലാം ദിവ്യങ്ങളാണ്, അലൗകികമായിട്ടുള്ളതാണ്, റയർ ആയിട്ടുള്ളതാണ്. ഭൂമിയിൽ അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല.
ദിവ്യോപകരണോപേതം, ഉപകരണങ്ങളെ കൊണ്ട് ഉപേതം, സർവകാല സുഖാവഹം, സർവകാലങ്ങളിലും സുഖത്തെ ആവഹിക്കുന്നത്. അവിടെ ചൂടും തണുപ്പും വെയിലും കാറ്റും ഒന്നും ബാധിക്കില്ല. എപ്പോഴും എയർ കണ്ടീഷൻഡ്, അല്ലേ? വാതാവരണം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എപ്പോഴും ഉള്ളത്, വസന്ത ഋതു പോലെ എപ്പോഴും ഉള്ളത്, എല്ലാ ഋതുക്കളിലും കിട്ടുന്ന ദിവ്യ വസ്തുക്കളൊക്കെ അവൈലബിളും ആയിരിക്കും. അതാണ് സർവകാല സുഖാവഹം, സർവകാലങ്ങളിലും അനുകൂലമായ സുഖത്തെ നൽകുന്നത്. വിചിത്രാഭിഹി പട്ടികാഭിഹി പതാകാഭിഹി അലങ്കൃതം, വിചിത്രങ്ങളായിരിക്കുന്ന അലങ്കാര പണികളോട് കൂടിയതായിട്ടുള്ള പട്ടികകൾ എന്ന് പറഞ്ഞാൽ കൊടിക്കൂറകൾ, വീതി കുറഞ്ഞ കൊടിക്കൂറകൾ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നീളത്തിൽ അലങ്കാരങ്ങൾ, തോരണങ്ങൾ തൂക്കും. ആ തോരണങ്ങളെയാണ് ഇവിടെ പട്ടികകൾ എന്ന് പറഞ്ഞത്. പതാകകൾ എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞ കൊടിക്കൂറകൾ, വീതിയും നീളവുമുള്ള കൊടിക്കൂറകൾ, അതാണ് പതാകകൾ. അങ്ങനെയുള്ള പലതരം കൊടിക്കൂറകളെ കൊണ്ടും അലങ്കൃതം. ആകാശത്തിങ്ങനെ പറക്കുമ്പോൾ ഈ തോരണങ്ങളും കൊടിക്കൂറകളും ഒക്കെ അതിന് അലങ്കാരം ചാർത്തിക്കൊണ്ട് മനോഹരമായിരിക്കുന്നു എന്നർത്ഥം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിഃ പതാകാഭിഃ വിചിത്രാഭിരലങ്കൃതം സ്രഗ്ഭിഃ വിചിത്രമാല്യാഭിഃ മഞ്ജുസിഞ്ചൽ ഷഡംഗ്രിഭിഃ ദുകൂലക്ഷൗമകൗശേയൈഃ നാനാവസ്ത്രൈർ അലങ്കൃതം. വിചിത്രമാല്യാഭിഹി, വിചിത്രങ്ങളായിരിക്കുന്ന നാനാവർണ്ണങ്ങളിലുള്ള മാലകളെ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും, മഞ്ജു സിഞ്ചൽ ഷഡംഗ്രിഭിഹി, മഞ്ജുവായി സിഞ്ചത്ത് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് ശബ്ദിക്കുന്നത് എന്നർത്ഥമാണ്. എന്താ ഷഡംഗ്രി? ഷഡംഗ്രി എന്ന് പറഞ്ഞാൽ 6 കാലുള്ളത്, ഷഡ്പദങ്ങൾ. അപ്പോൾ തേനീച്ചകളും വണ്ടുകളും ഈ പൂക്കളുടെ മാലകളുടെ സുഗന്ധം കൊണ്ട് ആകൃഷ്ടരായി തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കണം. അത്രയും ഫ്രഷായിട്ടുള്ള പൂക്കളാണ് മാല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടുകളുടെയും തേനീച്ചകളുടെയും ശബ്ദം കൊണ്ട് മുഖരിതമായിരിക്കുന്നതും മഞ്ജുസിഞ്ച ഷഡംഗ്രിഭിഹി സ്രഗ്ഭിഹി, മാലകളാലും, ദുകൂല ക്ഷൗമ കൗശേയൈഹി, ദുകൂലം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രമാണ്. അതുപോലെ ക്ഷൗമം, കൗശേയം, ഇതൊക്കെ പലതരത്തിലുണ്ടാക്കുന്ന പട്ടുകളാണ്. കൗശേയം എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിൽ നിന്നുണ്ടാക്കുന്നതാണ്. ക്ഷൗമം എന്ന് പറഞ്ഞാൽ ചില ചെടികളിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതസി എന്ന് പറയുന്ന ചെടിയുടെ നൂല് കൊണ്ടുണ്ടാക്കുന്നതാണ് ക്ഷൗമം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും നാനാ വസ്ത്രൈഹി അലങ്കൃതം, വിവിധ വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ വിമാനം. എല്ലാം വില കൂടിയതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. സ്രഗ്ഭിർ വിചിത്രമാല്യാഭിഹി മഞ്ജു സിഞ്ചൽ ഷഡംഗ്രിഭിഹി ദുകൂല ക്ഷൗമ കൗശേയൈഹി നാനാവസ്ത്രൈലലങ്കൃതം. ഇതെല്ലാം എന്തിനാ വർണ്ണിക്കുന്നത്? ഒരു താപസന്റെ, മഹാത്മാവിന്റെ മഹത്വം കാണിക്കാനും അവരനുഭവിക്കുന്ന ആനന്ദം സാധാരണക്കാരനുഭവിക്കുന്ന ആനന്ദമല്ല, സാധാരണക്കാർക്ക് ദുർലഭമായിരിക്കുന്ന ആനന്ദമാണ് തപസ്വികൾ, മഹാത്മാക്കൾ അനുഭവിക്കുന്നത് എന്ന് കാണിക്കാനും, അതുപോലെ ദേവഹൂതി ദേവിയെ പോലെ പതിവ്രതാധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തപസ് അനുഷ്ഠിച്ചാൽ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഐശ്വര്യവും ക്ഷേമവും മനസ്സിൻ്റെ ആനന്ദവും അതിൻ്റെയൊക്കെ പ്രതീകാത്മകമായിട്ടുള്ള ചിത്രീകരണമാണിതെല്ലാം. നമ്മളെ കേൾക്കുമ്പോൾ നമ്മളെ കൊതിപ്പിക്കുന്നുണ്ട്. കൊതിച്ചതുകൊണ്ട് കാര്യമില്ല, അർഹത നേടണം. അർഹത നേടുക എങ്ങനെയാണ്? നമ്മൾ കർദമ ദേവഹൂതിമാരായി മാറുമ്പോൾ നമ്മളും നമ്മുടെ സ്വധർമാനുഷ്ഠാനത്തിൽ നിഷ്ഠയുള്ളവരായി, തപസ്വികളായി, ഈശ്വര ഭക്തിയുള്ളവരായി നല്ല ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും അനന്തമായ സൗഭാഗ്യങ്ങൾ, ആനന്ദമെല്ലാം അനുഭവിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്. പ്രലോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർഹത നേടേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അല്ലാതെ ഈ വസ്തുക്കളെ മാത്രം കൊതിച്ചാൽ പോരാ, അർഹത നേടുകയാണ് ആദ്യം വേണ്ടത്. ഉപര്യുപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശിഭുവികാന്തം പര്യങ്കവചനാസനൈഹി. ഉപരി വിന്യസ്ത നിലയേഷു, മേൽക്കുമേൽ വിന്യസിക്കപ്പെട്ട നിലയങ്ങൾ. 7 നില മാളികയായിട്ടാണ് ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ ആ മുകളിലുള്ള മാളികകളിൽ പൃഥക് പൃഥക് ക്ഷിപ്തൈഹി, വേറെ വേറെ വെക്കപ്പെട്ടിരിക്കുന്ന, നമ്മൾ ചില കപ്പലുകളൊക്കെ കാണാം, യാത്രാ കപ്പലുകൾ അല്ലേ, നമ്മുടെ കൊച്ചിയിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ തുറമുഖത്ത് അടുത്തിരിക്കുന്നതായിട്ടുള്ള യാത്രാ കപ്പലുകൾ നമ്മുടെ ഭൂമിയിലുള്ള വലിയ ഫ്ലാറ്റുകളേക്കാൾ ഉയരവും നീളവും വീതിയും ഉണ്ടാവുകയും ഒരു വലിയ 20 നില 21 നില ഫ്ലാറ്റുകൾ എങ്ങനെയുണ്ടോ അതിലെത്ര അപ്പാർട്ട്മെന്റ്സും റൂമുകളും ഉണ്ടോ അതിനേക്കാളൊക്കെ ഇരട്ടിയുള്ള വലിയ വലിയ വെസൽസ്, യാത്രാവാഹനങ്ങൾ, കപ്പലുകൾ നമുക്ക് സമുദ്രത്തിൻ്റെ തീരത്ത് അല്ലെങ്കിൽ മധ്യത്തിൽ അടുപ്പിക്കാൻ പറ്റില്ല, നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയും വലിപ്പമുള്ളത്, അതിനകത്തില്ലാത്ത സൗകര്യങ്ങൾ ഇല്ല. അതൊക്കെ ഇതിൻ്റെ മുമ്പിലൊന്നുമല്ല. ഈ കർദമ പ്രജാപതി നിർമ്മിച്ചതായിട്ടുള്ള വിമാനത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയാം. ഉപരി ഉപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈഹി കശിബുഭിഹി. കശിബുക്കൾ എന്നാൽ ശയനങ്ങൾ, മറ്റേ മെത്തകളെ കൊണ്ടും പര്യങ്ക വ്യജനാദിഭിഹി, പര്യങ്കം എന്ന് പറഞ്ഞാൽ കട്ടിലുകൾ, വ്യജനം എന്ന് പറഞ്ഞാൽ വീശറികൾ, ഫാനുകൾ, ഇതൊക്കെ കൊണ്ടും കാന്തം മനോഹരമായിരിക്കുന്നതും. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകതസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഹി. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പ ഉപശോഭിതം, അവിടെ വിനിക്ഷിപ്തം, വിശേഷണ നിക്ഷിപ്തം ഉണ്ടാക്കി സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള നാനാശില്പ ഉപശോഭിതം, അനേക ശില്പവേലകൾ കൊണ്ട്, കൊത്തുപണികൾ കൊണ്ട് ഡെക്കറേഷൻ, ഇന്റീരിയർ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ധാരാളം ശില്പപ്പണികളാണ്. അത് സ്വർണം കൊണ്ടും രത്നം കൊണ്ടും പലതരത്തിലുള്ളതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട്, ആനക്കൊമ്പ് കൊണ്ട് ഒക്കെ ഉള്ളതായിട്ടുള്ള വിലപിടിച്ച വസ്തുക്കളാണ് ഈ ശില്പനിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഉപശോഭിതം മഹാമരകത സ്ഥല്യ വിദ്രുമവേദിഭിഹി ജുഷ്ടം. സ്ഥലി എന്ന് പറഞ്ഞാൽ നിലം. ആ നിലം മരതകസ്ഥലിയാണ് എന്ന് പറഞ്ഞാൽ മരതകം എന്ന കല്ലുകൊണ്ടാണ് ടൈൽസ്, നമ്മൾ അല്ലേ ഗ്രാനൈറ്റ് കൊണ്ടും മാർബിൾ കൊണ്ടുമൊക്കെ നിലം പതിച്ചിരിക്കുന്നതിന് പകരം ഇവിടെ മരതകം എന്ന് വില കൂടിയതായിട്ടുള്ള പച്ച കല്ലുകൊണ്ടാണ് ഇവിടെ നിലം പതിച്ചിരിക്കുന്നത്. ആ മരതകസ്ഥലി കൊണ്ടും അതുപോലെ വിദ്രുമവേദിഭിഹി, പവിഴം കൊണ്ടുള്ളതായിട്ടുള്ള ഉയർന്ന കോലായകൾ, വേദി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉയർന്ന് ഇരിക്കാൻ പറ്റിയതായിട്ടുള്ള സ്ഥാനങ്ങൾ, ആ വേദികളൊക്കെ കോലായകളൊക്കെ വിദ്രുമം കൊണ്ട്, പവിഴം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുമാണ്. ജുഷ്ടം, ശോഭിക്കപ്പെടുന്നതാണ്. തത്ര തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകതസ്ഥല്യ ജുഷ്ടം വിദ്രുമവേദിഭിഹി ദ്വാസു വിദ്രുമദേഹള്യാബാധം വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരതിശ്രിതം. ദ്വാസു, ദ്വാ എന്ന് പറഞ്ഞാൽ ദ്വാരം തന്നെയാണ്, കവാടങ്ങൾ, ദ്വാരങ്ങൾ. ആ ദ്വാര ശബ്ദത്തിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ ഡോർ ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഡോർ എന്ന് പറഞ്ഞത് സംസ്കൃതത്തിലെ ദ്വാര ശബ്ദത്തിൽ നിന്ന്, ദ്വാരം, അത് എളുപ്പത്തിൽ ഡോർ എന്നായി മാറി. അപ്പൊ ദ്വാസു, കവാടങ്ങളിൽ, വിദ്രുമദേഹള്യാഭാതം, ദേഹളി എന്ന് പറഞ്ഞാൽ കട്ടിളകൾ, ഉമ്മറപ്പടികൾ, അതിനേക്കാണ് ദേഹളി എന്നുള്ളത്. വിദ്രുമം, പവിഴം കൊണ്ടുള്ള ഉമ്മറപ്പടികൾ, അതുകൊണ്ട് ശോഭിക്കുന്നു. ഭാതം വജ്ര കപാടവത്, കപാടം എന്ന് പറഞ്ഞാൽ കവാടം തന്നെ, വാതിലുകൾ, വാതിൽപ്പാളികൾ. ആ വാതിൽപ്പാളികൾ വജ്രം പതിച്ചത് ഒക്കെയാണ് എന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആണ് എന്നർത്ഥം. തകർക്കാൻ പറ്റാത്തതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതുമായിട്ടുള്ള വജ്രം കൊണ്ടുള്ള വാതിലുകൾ. ഇന്ദ്രനീലേഷു ശിഖരേഷു ഹേമകുംഭൈഹി അതിശ്രിതം. ഈ കവാടങ്ങൾ പോലെയുള്ള ദ്വാരങ്ങളിൽ ഗോപുരങ്ങളുണ്ട്, പ്രവേശമാർഗങ്ങളിൽ ഗോപുരങ്ങളുണ്ട്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇന്ദ്രനീലവർണ്ണം, ഇന്ദ്രനീലം കൊണ്ട് ഉണ്ടാക്കിയത്, ഇന്ദ്രനീലക്കല്ല് കൊണ്ടാണ് ശിഖരങ്ങൾ. അതിൽ ഹേമകുംഭം, പൊൻകലശങ്ങൾ മകുടങ്ങളായിട്ട്, താഴികക്കുടങ്ങളായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിശ്രിതം. അപ്പോൾ കവാടങ്ങൾക്കൊക്കെ, ഉമ്മറപ്പടികൾക്കൊക്കെ മുകളിൽ ഇന്ദ്രനീലം കൊണ്ടുള്ളതായിട്ടുള്ള കമാനങ്ങൾ, ആ കമാനങ്ങളുടെ മുകളിലൊക്കെ സ്വർണം കൊണ്ടുള്ളതായിട്ടുള്ള കലശങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം.
താഴികക്കുടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈഃ വജ്രഭിത്തിഷു നിർമ്മിതൈഃ ജുഷ്ടം വിചിത്രവൈതാനൈഃ മഹാർഹൈർഹേമതോരണൈഃ. വജ്രഭിത്തിഷു നിർമ്മിതൈഹി, വജ്രം കൊണ്ടുള്ള ഭിത്തി, ചുമരുകളൊക്കെ വാൾസൊക്കെ വജ്രം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈഹി, പത്മരാഗം എന്ന് പറഞ്ഞാൽ പത്മരാഗരത്നം, റൂബി, ചുവന്ന രത്നം. അതിൽ അഗ്രം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പത്മരാഗങ്ങൾ, അത് ചക്ഷുഷ്മത്, കണ്ണുള്ളവ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വജ്ര ചുമരുകളിൽ പതിച്ചതായിട്ടുള്ള പത്മരാഗരത്നങ്ങൾ ആ ചുമരിലുള്ള കണ്ണുകൾ പോലെ തിളങ്ങുന്നു എന്നർത്ഥം, പ്രകാശിക്കുന്നു. അതുപോലെ വിചിത്ര വൈതാനൈഹി, വിതാനം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളതായിട്ടുള്ള മേലാപ്പ്, വിരിപ്പ്, റൂഫിൽ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് വിതാനം. അതൊക്കെ വിചിത്രം, ചിത്രപ്പണികളുള്ളതായിട്ടുള്ള റൂഫുകൾ. അതുപോലെ മഹാർഹൈഹി ഹേമതോരണൈഹി ജുഷ്ടം, വിലമതിക്കാനാവാത്തതായിട്ടുള്ള സ്വർണ്ണ നിർമ്മിതങ്ങളായിട്ടുള്ള തോരണങ്ങൾ. വാതിലുകളിലൊക്കെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. തോരണങ്ങളെ കൊണ്ട്, സ്വർണ്ണ തോരണങ്ങളെ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഹംസപാരാവതവ്രാതൈഹി തത്ര തത്ര നികൂചിതം കൃത്രിമാൻ മന്യമാനൈ സ്വാൻ അതിരുഹ്യ അതിരുഹ്യ ച. ഈ ചുമരുകളിലൊക്കെ കൃത്രിമങ്ങളായിട്ട് പക്ഷികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹംസം, പാരാവതം മുതലായത്. ഹംസം അരയന്നം, പാരാവതം പ്രാവ്. അപ്പൊ അരയന്നങ്ങളുടെയോ പ്രാവുകളുടെയൊക്കെ കൊത്തുപണികളുണ്ട് ചുമരില്. ഒക്കെ വജ്രം കൊണ്ടും സ്വർണ്ണം മറ്റ് രത്നങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്രിമങ്ങളാണ്. പക്ഷേ ഒറിജിനൽ പക്ഷികള് സ്വാൻ മന്യമാനൈഹി, ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ ആൾക്കാരാണെന്ന് വിചാരിച്ചുകൊണ്ട്, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശില്പം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പക്ഷികളുടെ അടുത്തൊക്കെ വന്നിരിക്കുന്നു. നമ്മുടെ സ്വന്തക്കാരാണ്. ഇപ്പോൾ ഒരു കാക്ക വന്നിരുന്നാൽ അടുത്ത് മറ്റേ കാക്കകളും വന്നിരിക്കും. ഒരു പ്രാവ് വന്നിരുന്നാൽ അടുത്ത് മറ്റേ പ്രാവുകളും വന്നിരിക്കും. അതൊരു എന്താണ്, മുമ്പേ ഗമിച്ചിടിന് ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നുള്ളത് ഒരു ഗ്രൂപ്പ് സൈക്കോളജിയാണ്, ഒരു സമൂഹ മനസ്സാണത്. അപ്പോൾ ഒരു ഭാഗത്തൊരു പാരാവതത്തെ കാണുമ്പോൾ മറ്റു പാരാവതങ്ങൾ വന്ന് പറഞ്ഞിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് അടുത്ത് വന്നിരിക്കും. അതാണ് ഇവിടെ അത്രയും ഒറിജിനാലിറ്റി തോന്നുന്നതാണ് പറയണത്. അതാണ് കൃത്രിമാൻ സ്വാൻ മന്യമാനൈഹി, സ്വകീയന്മാരായി മനിക്കുന്നവരായിട്ടുള്ള തത്ര തത്ര അതിരുഹ്യ അതിരുഹ്യ, അവിടെ അവിടെ കയറി കയറി ഇരിക്കുന്നവരായിട്ടുള്ള ഹംസ പാരാവതവ്രതൈഹി കൂജിത. ഹംസങ്ങളും പാരാവതങ്ങളുടെയും വ്രാതം, വ്രാതം എന്ന് പറഞ്ഞാൽ സമൂഹം, കൂട്ടം, അരയന്നങ്ങളുടെയും പ്രാവുകളുടെയും കൂട്ടങ്ങൾ ശബ്ദിക്കുന്നു, കൂജിക്കുന്നു. അപ്പോൾ ഒറിജിനൽ വന്ന് കൂജിക്കുന്നുണ്ട്. ശില്പങ്ങൾ അവിടെ ഇവരെ ആകർഷിക്കുന്നു. ശില്പങ്ങളാൽ ആകൃഷ്ടരായിട്ട് ഇവരെല്ലാം, ഒറിജിനൽ പക്ഷികളെല്ലാം വന്ന് ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് കൂജനം ചെയ്യുന്നു, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഹംസപാരാവതവ്രാതൈഹി തത്ര തത്ര നികൂജിതം കൃത്രിമാൻ മന്യമാനൈ സ്വാൻ അതിരുഹ്യ അതിരുഹ്യ ച. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാംഗണാചിരൈഹി യഥോപജോഷം രചിതൈഹി വിസ്മാപനം ഇവാത്മനഃ. വിഹാരസ്ഥാനം, വിഹരിക്കുവാൻ, കളിക്കുവാനുള്ളതായിട്ടുള്ള ക്രീഡാസ്ഥാനങ്ങൾ. പല കളികളും ആ വിമാനത്തിൽ തന്നെ കളിക്കാം, അല്ലേ? ചതുരംഗം കളിക്കാം, വേറെന്തെങ്കിലും പന്തടിച്ച് കളിക്കാം, വേറെ ഏതൊക്കെ തരത്തിൽ അന്നത്തെ കളികളുണ്ടോ ആ കളികൾക്കൊക്കെ ആയിട്ട്. ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് വേറെ പല കളികളാണുള്ളത്, അല്ലേ? ക്യാരം ബോർഡ്, ചീട്ട്, അങ്ങനെ പല കളികളും കളിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള സ്ഥാനങ്ങൾ, ക്ലബ്ബുകളൊക്കെ അവിടെ ഉണ്ട് എന്നർത്ഥം. വിഹാരസ്ഥാനം, വിശ്രാമം, വിശ്രാമം എന്ന് പറഞ്ഞാൽ വെറുതെ വിശ്രമിക്കുവാനുള്ള റെസ്റ്റിംഗ് പ്ലേസസ്, ആശ്വസിച്ച് റിലാക്സ് ചെയ്യാനുള്ളതായിട്ടുള്ള സ്ഥാനങ്ങൾ, ഊഞ്ഞാലുകളും ചാരുകസേരകളും ഒക്കെ നമ്മൾ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുക, അല്ലേ? സംവേശം, സംവേശം ശയനഗൃഹങ്ങൾ, ശയിക്കുവാനുള്ള ബെഡ്റൂംസ്. പ്രാങ്കണം, പ്രാങ്കണം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള മുറ്റം, നടുമുറ്റം അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനങ്ങളൊക്കെ പ്രാങ്കണം. അജിരം, അജിരം എന്ന് പറഞ്ഞാൽ മുറ്റം തന്നെയാണ്. അതെല്ലാം യഥോപജോഷം രചിതൈഹി, എങ്ങനെയാണോ സന്തോഷമുണ്ടാവുക, എങ്ങനെയാണോ കാണുന്നവർക്ക് ഇഷ്ടമുണ്ടാവുക, അതുപോലെ രചിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആ വിമാനം, അങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് ആത്മനഃ വിസ്മാപനം ഇവ,
ഉണ്ടാക്കിയ ആൾക്ക് പോലും സ്വയം വിസ്മയമുണ്ടാകും പോലെ, ആത്മനഃ വിസ്മാപനം ഇവ, ആശ്ചര്യജനകം പോലെ കർദമ പ്രജാപതി പോലും തൻ്റെ സങ്കല്പം കൊണ്ട് നിർമ്മിച്ച ഈ വിമാനം കണ്ടു കഴിയുമ്പോൾ ഹായ് എന്ന് പറഞ്ഞു പോകും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ. ബാക്കി കാണുന്ന ആളുകളൊക്കെ അതിശയിച്ചു പോകും. ബ്രഹ്മദേവൻ പോലും അതിശയിച്ചു പോകും തൻ്റെ മകന്റെ സിദ്ധി കണ്ടു കഴിഞ്ഞിട്ട്. അപ്പൊ അത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ള ആ ഗൃഹത്തെ വർണ്ണിച്ചു. ഇനി ഇത് കണ്ടിട്ടും ദേവഹൂതി സന്തോഷിച്ചില്ല. എന്തുകൊണ്ട്? ഭവനം റെഡി, പക്ഷെ ആള് റെഡി ആയിട്ടില്ല. ആളിപ്പോഴും ശുഷ്കിച്ചു തന്നെ ഇരിക്കുന്നു. അല്ല, ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം തനിക്ക്, അതിനുള്ള യോഗ്യത ഇല്ലല്ലോ. അപ്പൊ ധനം മാത്രം ഉണ്ടായാൽ പോരാ, ആരോഗ്യം കൂടി വേണം അല്ലേ? നമുക്ക് ധനം, ഇന്നത്തെ കാലത്ത് പലർക്കും ധനസൗകര്യങ്ങളെല്ലാം ഉണ്ട്, സുഖഭോഗങ്ങളെല്ലാം വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യ, എല്ലാ അസുഖങ്ങളും ഉണ്ട്, ഒന്നും കഴിക്കാനും വയ്യ. എന്ത് കാര്യം അല്ലേ? കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കിടക്കാം. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അനുഭവിക്കാൻ യോഗമില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കിടക്കാം. അപ്പൊ അതുപോലെ ഇവിടെ തൽക്കാലം ഇതെല്ലാം കണ്ടിട്ടും ദേവഹൂതി സന്തോഷിച്ചില്ല എന്ന് പറയണം അടുത്ത ശ്ലോകത്തില്. ഈ ദൃഗൃഹം തൽപശ്യന്തീം നാദിപ്രീതേന ചേതസ സർവഭൂതാശയാഭിജ്ഞഃ പ്രാവോചത്കർദമസ്വയം. ഈദൃക് തദ്ഗൃഹം ന അതിപ്രീതേന ചേതസാ പശ്യന്തീം. പശ്യന്തി എന്ന് പറഞ്ഞാൽ നോക്കുന്നവള്. എങ്ങനെയാണ് നോക്കുന്നത്? ന അതിപ്രീതേന ചേതസ, ചേതസ്സിൽ അതിപ്രീതി ഇല്ല, ആഹ്ലാദമൊന്നുമില്ല, സന്തോഷമൊന്നുമില്ലാതെ നോക്കുകയാണ്. എങ്ങനെയുള്ള ഈദൃക് തദ്ഗൃഹം, ഇത്രയും മനോഹരമായിട്ടുള്ള അത്ഭുത ഗൃഹം കണ്ടിട്ടും ദേവഹൂതിയുടെ ഉള്ളില് വലിയ പ്രീതിയൊന്നും കാണുന്നില്ല. സന്തോഷമില്ലാതെ ഉള്ള മനസ്സോടുകൂടി പശ്യന്തിയും നോക്കുന്നവളായിട്ടുള്ള ആ ദേവഹൂതിയോട് സർവഭൂതാശയ അഭിജ്ഞഃ കർദമഃ സ്വയം പ്രാവോചത്. മഹാനായ കർദമന് തന്റെ ഭാര്യയുടെ മനസ്സ് വായിക്കാൻ അറിയും. സർവഭൂതാശയ അഭിജ്ഞഃ, സകല ചരാചരങ്ങളുടെയും ആശയത്തെ അറിയാൻ ഉള്ള അഭിജ്ഞയുള്ള ആളാണ്. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ്. സർവഭൂതങ്ങളുടെയും ആശയം തിരിച്ചറിയാൻ, എല്ലാവരുടെയും മനസ്സറിയുവാനുള്ള സാമർഥ്യമുള്ള കർദമൻ സ്വയം പ്രാവോചത്, ഭാര്യ പറയാതെ തന്നെ അങ്ങോട്ട് പറയുകയാണ്. മനസ്സിലായിട്ടോ നിന്റെ വിഷമം എന്താണെന്ന്, അതിനുള്ള പരിഹാരം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയണം. നിമജ്യാസ്മിൻ ഹൃദേ ഭീരു വിമാനം ഇതമാരുഹ ഇതം ശുക്ലകൃതം തീർത്ഥം ആശിഷാം യാപകം നൃണാം. പ്രതിവിധി പറയണം. ഹേ ഭീരു, അല്ലയോ ഭീരു, ഭയപ്പെട്ടിരിക്കുന്നവളെ, ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ സന്തോഷിക്കുന്നില്ലല്ലോ. കാരണം എന്താ? നിന്റെ ഉള്ളിലുള്ള ഭീരുത്വം തന്നെയാണ്. പേടിക്കണ്ട കേട്ടോ എന്നുള്ള അർത്ഥമാണ് ആ ഭീരു എന്ന് വിളിക്കുന്നതിലൂടെ. ഹേ ഭീരു, അസ്മിൻ ഹൃദേ നിമജ്യ, ഈ ഹൃദത്തിൽ ഒരു ജലാശയം ഉണ്ടല്ലോ അവിടെ, ബിന്ദു സരസ്. ആ ബിന്ദു സരസിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ദാ അവിടെ പോയിട്ടേ അതിൽ മുങ്ങൂ. അസ്മിൻ സരസി അസ്മിൻ ഹൃദേ നിമജ്യ ഇതം വിമാനമാരുഹ, ഈ വിമാനത്തിൽ കയറിക്കോളൂ, ആരോഹണം ചെയ്തോളൂ. ശുക്ലകൃതം ഇതം തീർത്ഥം നൃണാം ആശിഷാം യാപകം. ശുക്ലൻ ഭഗവാന്റെ പര്യായമാണ് അല്ലെ? വെളുത്ത വർണ്ണത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. ശുക്ലൻ എന്ന് കൃതയുഗത്തിൽ അറിയപ്പെടുന്ന ഭഗവാൻ വിഷ്ണു. ആ വിഷ്ണുവിനാൽ കൃതം ഇതം തീർത്ഥം, അദ്ദേഹത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ വീണതായിട്ടുള്ള, ആനന്ദാശ്രുക്കൾ വീണതായിട്ടുള്ള ഹൃദമാണത്. അതുകൊണ്ടാണ് അതിന് ബിന്ദു സരസ് എന്ന പേര്. അപ്പൊ ആ ഭഗവാന്റെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ തീർത്ഥമുണ്ടല്ലോ, അത് നൃണാം ആശിഷാം യാപകം, നരന്മാരുടെ, മനുഷ്യന്മാരുടെ എല്ലാ ആശിസ്സുകളെയും സാധിച്ചു തരുന്നതാണ്, പൂർത്തീകരിച്ചു തരുന്നതാണ്. അപ്പൊ ഈ വെള്ളത്തില്, ഈ ജലാശയത്തിൽ നീ മുങ്ങിക്കോളൂ, നീ എന്ത് സങ്കല്പിക്കുന്നുവോ അതൊക്കെ സാധിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിന്ദു സരസിൽ മുങ്ങാനായിക്കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാ തൽബർത്തുഹു സമാദായ വചഃ കുവലയേക്ഷണ സരജം വിഭ്രതീവാസോ വേണീഭൂതാംശ്ച മൂർധജാൻ അംഗം ച മലപങ്കേന സംഛന്നം ശബളസ്തനം ആവിവേശ സരസ്വത്യാഹ സര ശിവജലാശയം.
സാ അവൾ തൽ ഭർത്തുഹു വചഃ സമാദായ, ആ ഭർത്താവിന്റെ വാക്കിനെ സ്വീകരിച്ചിട്ട് സമാദായ. എങ്ങനെയുള്ളവളാണ് സാ? കുവലയേക്ഷണ. കുവലയം എന്ന് പറഞ്ഞാൽ താമര, താമരയുടെ ഈ ദളം പോലെയുള്ള ഈക്ഷണം കണ്ണുകളോടുകൂടിയവൾ. അപ്പൊ താമരദളം പോലെ വികസിച്ച കണ്ണുകളോടുകൂടിയവൾ. ഭർത്തുഹു തദ് വചഃ സമാദായ, ഭർത്താവിന്റെ ആ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് സരജം വാസഹ, രജസ്സോടുകൂടിയ തന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ചതായിട്ടുള്ള മലിനമായിട്ടുള്ള വസ്ത്രം. ഇത്രയും കാലം വസ്ത്രമൊന്നും മര്യാദയ്ക്കൊന്നും അലക്കിയിട്ടൊന്നുമില്ല, അതിലൊന്നും ശ്രദ്ധയുണ്ടായിരുന്നില്ല. അപ്പൊ അഴുക്ക് പിടിച്ചതായിട്ടുള്ള വസ്ത്രം, ചെളി പിടിച്ച വസ്ത്രം. വേണീഭൂതാൻ മൂർധജാൻ, തലമുടി പിണഞ്ഞു കിടപ്പുണ്ട്, ജട പിടിച്ചതുപോലെയുള്ള തലയാണ്. അതൊന്നും പിന്നലും കെട്ടലും ഒന്നും ഇല്ല, അതിലൊന്നും ശ്രദ്ധയില്ല, ഹെയർ ഡ്രസ്സിങ്ങിനൊന്നും സമയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വേണീഭൂതാൻ മൂർധജാൻ, കെട്ടുപിടിച്ച് കിടക്കുന്ന തലമുടിയോടും. മലപങ്കേന സംഛന്നം അംഗം ച, തന്റെ അംഗം ശരീരാവയവങ്ങളൊന്നും വേണ്ട പോലെ വൃത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് മലപങ്കം കൊണ്ട് സംഛന്നം, അഴുക്ക് പിടിച്ചതുപോലെ മൂടിക്കിടക്കുന്നു, സംഛന്നമായിരിക്കുന്നു. അതുപോലെ ശബളസ്തനം, വിളർത്തിരിക്കുന്ന സ്തനങ്ങളോടുകൂടിയും, ശരീരം മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള വിളർത്തിരിക്കുന്ന സ്തനത്തോടുകൂടിയും, അങ്ങനെ അതെല്ലാം ബിഭ്രതി ധരിക്കുന്നവളായിട്ടുള്ള അവള്. സരസ്വത്യാഹ ശിവജലാശയം സരഹ ആവിവേശ, ആ സരസ്വതീ നദിയുടെ അവിടെയുള്ളതായിട്ടുള്ള ബിന്ദു സരസ് എന്ന പേരുള്ള ശിവജലാശയം സരഹ, ശിവമായ ജലാശയം, മംഗളകരമായിട്ടുള്ള ജലാശയം സരസിലെ ആവിവേശ, ആ തടാകത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ ഭർത്താവിന്റെ വാക്ക് കേട്ട് തന്റെ പഴയ ജീർണിച്ച ശരീരത്തോടുകൂടെ, ആ മലിന വസ്ത്രത്തോടുകൂടെ ആ സരസിലേക്ക് ഇറങ്ങി. എന്നിട്ടോ സാന്തസരസി വേശ്മസ്താഹ ശതാനി ദശ കന്യകാഹ സർവാ കിശോരവയസോ ദദർശോൽപലഗന്ധയഃ. സാ അന്തസ്സരസി, അവൾ, സാ എന്ന് പറഞ്ഞാൽ അവള്, അന്തസ്സരസി എന്ന് പറഞ്ഞാൽ സരസിന്റെ അന്തർഭാഗത്ത് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവിടെ തടാകത്തിനുള്ളിൽ തന്നെ സേവിക്കാനായിക്കൊണ്ട് കുറേ ദാസികളെ കാണുകയാണ്. അവിടെ വേശ്മസ്താഹ, അവിടെ വേശ്മം എന്ന് പറഞ്ഞാൽ ഗൃഹം, അവിടെ വാസം ചെയ്യുന്നവര്. അന്തസ്സരസി വേശ്മസ്ത എന്ന് പറഞ്ഞാൽ ആ ജലാശയത്തിന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ജലദേവതകൾ, അവർക്ക് ജലാശയമാണ് വാസസ്ഥാനം. ആ സർവാ കിശോര വയസ്സഹ, എല്ലാവരും കിശോര വയസ്സുകളാണ്. കിശോരം എന്ന് പറഞ്ഞാൽ കൗമാരം അവസാനിച്ച് യൗവനം തുടങ്ങുന്ന, യൗവന ആരംഭത്തെയാണ് കൈശോരം എന്ന് പറയുക. അപ്പൊ ആ ഒരു പ്രായം 16-17 വയസ്സ്, മധുര 16 എന്നൊക്കെ പറയും പോലെയുള്ള ആ പ്രായം, അതാണ് കിശോര വയസ്സ്. ആ സർവാ കിശോര വയസ്സ്, എല്ലാവരും കുമാരികളാണ്. ഉൽപ്പലഗന്ധയ, എല്ലാവർക്കും നല്ല താമരയുടെ ഗന്ധം. അങ്ങനെയുള്ള ദശശതാനി കന്യകാഹ, ദശ 10 ശതം 100, അപ്പൊ 10 100 1000, 1000 കന്യകമാരെ അവിടെ ദദർശ. തന്നെ സേവിക്കാനായിക്കൊണ്ട് സുന്ദരികളായ കുമാരികളായിട്ടുള്ള സുഗന്ധമുള്ളവരായിട്ടുള്ള 1000 കന്യകമാരെ ഈ ദേവഹൂതി ദേവി കണ്ടു. താം ദൃഷ്ട്വാ സഹസോത്ഥായ പ്രോജുഹു പ്രാഞ്ജലയ സ്ത്രിയഃ വയം കർമ്മകരീസ്തുഭ്യം ശാദിന കരവാമകിം. താം ദൃഷ്ട്വാ, അവളെ കണ്ടിട്ട് എന്ന് വെച്ചാൽ ദേവഹൂതിയെ കണ്ടിട്ട്, അവര് ആ സ്ത്രീയഃ സഹസാ ഉത്തായ, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പൊങ്ങി വന്നു അവരെല്ലാം ദേവിയുടെ അടുത്തേക്ക്. എന്നിട്ട് പ്രാഞ്ജലയ, അഞ്ജലി കൂപ്പിയവരായിട്ട്, കൈകൾ കൂപ്പിയവരായിട്ട്, പ്രോജുഹു, ഇവളോട് പ്രകർഷേണ ഊജുഹു, എല്ലാവരും കൂടി പറഞ്ഞു. ആ ദാസി സ്ത്രീകൾ എല്ലാവരും കൈ തൊഴുതുകൊണ്ട് ദേവഹൂതിയോട് പറഞ്ഞു, വയം കർമ്മകരീ തുഭ്യം, ഞങ്ങളെല്ലാവരും തുഭ്യം കർമ്മകരീഹി, ദേവിയുടെ കർമ്മങ്ങളെ ചെയ്യുവാനുള്ള വേലക്കാരികളാണ്, കർമ്മങ്ങൾ ചെയ്യാനുള്ളവരാണ്, കിങ്കരികളാണ്. ഷാദി നഹ, നഹ ഷാദി, ഞങ്ങളെ, അസ്മാൻ ഷാദി എന്നർത്ഥം, ഞങ്ങളെ അനുശാസിച്ചാലും ആജ്ഞാപിച്ചാലും, ഓർഡറസ്. എന്താണ് കരവാമ കിം, കിം കരവാമ വയം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ക്യാൻ വി ഡു ഫോർ യു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആജ്ഞാപിച്ചാലും. ഷാദിനഹ കരവാമ കിം വയം കർമ്മകരീഹി തുഭ്യം, ഞങ്ങളെല്ലാവരും ദേവിയുടെ ദാസിമാരാകുന്നു, കിങ്കരിമാരാകുന്നു, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ.
സ്നാനേന താം മഹാർഹേണ സ്നാപയിത്വാ മനസ്വിനീം ദുകൂലേ നിർമ്മലേ നൂതനേ ദദുർ അസ്യൈ ച മാനദാഹ. മാനദാഹ, മാനം ദാനം ചെയ്യുന്നവൾ എന്ന് വെച്ചാൽ പൂജിക്കുന്നവർ. ആ സ്ത്രീകളെല്ലാം ഈ ദേവഹൂതിയെ വേണ്ടതുപോലെ ബഹുമാനിച്ച് പൂജിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്തത്? മഹാർഹേണ സ്നാനേന, മഹാർഹം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, അമൂല്യമായതെന്നൊക്കെ അർത്ഥമാണ്. സ്നാനേന എന്ന് പറഞ്ഞാലോ കുളി ഗംഭീരമായിട്ട്, എന്തൊക്കെ വെച്ച് കുളിക്കണോ അതൊക്കെ വെച്ചാൽ നല്ല സുഗന്ധ തൈലങ്ങൾ ആദ്യം അല്ലേ മസാജ് ചെയ്യണം, തലയിലും ദേഹത്തുമൊക്കെ നല്ലോണം എണ്ണ പിടിപ്പിക്കണം. കാരണം കുറെ കാലമായി കുളിച്ചിട്ട് മര്യാദയ്ക്ക്. കുളിയുണ്ട്, കുളി ഒരു പേരിനുള്ള താപസന്റെ കുളിയാണ്, കാക്കക്കുളി. ശരീരം എന്താ പറയുക, വളരെ വൃത്തിയാക്കലൊന്നുമില്ല. അപ്പൊ ഇപ്പോൾ നല്ല വില കൂടിയതായിട്ടുള്ള എണ്ണകൾ കൊണ്ട് ദേഹത്തിലും തലയിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച്, പിന്നെ അഭ്യംഗം അല്ലേ, അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്നാനം, അത് വളരെ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട്, പലതരം സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടുള്ള സ്നാനം, പനിനീര് കൊണ്ടാവാം അല്ലേ, അതുപോലെയുള്ളതായിട്ടുള്ള പാല് കൊണ്ടാവാം. നമ്മൾ ക്ഷേത്രങ്ങളിൽ പല അഭിഷേകങ്ങളൊക്കെ ചെയ്യില്ലേ, അതുപോലെയുള്ളതായിട്ടുള്ള പല ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടും ദേഹം തേച്ച് അഴുക്കൊക്കെ കളഞ്ഞ് അല്ലേ, നല്ല നല്ല പൊടികളെ കൊണ്ട്, വാഗപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പൊടികളെ കൊണ്ടൊക്കെ ദേഹം ശുദ്ധീകരിച്ച്, സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടൊക്കെ നമ്മളിന്ന് പല സുഗന്ധമുള്ള സോപ്പുകളോ ഷാമ്പുകളോ ഒക്കെ ഉപയോഗിക്കുന്നു. അന്ന് അതുപോലെയുള്ളതായിട്ടുള്ള വസ്തുക്കൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ലതുപോലെ മഹാർഹേണ സ്നാനേന, സ്നാനസാധനങ്ങളെ കൊണ്ട് കുളിപ്പിച്ചിട്ട് മനസ്വിനിയും താം സ്നാപയിത്വ. ഇപ്പൊ ധൈര്യം വന്നു, അവള് ഉത്സാഹം വന്നു. അങ്ങനെ മനസ്വിനിയായ അവളെ സ്നാപയിത്വ, നന്നായി കുളിപ്പിച്ചിട്ട് നിർമ്മലേ നൂത്തനേ ദുകൂലേ അസ്യൈ ദദുഹു. നിർമ്മലേ, മുമ്പ് രജസ്സുള്ള വസ്ത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ശുദ്ധമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്നതും നൂതനം പുതിയവയുമായിട്ടുള്ള ദുകൂലേ, ദുകൂലം ഏകവചനം, ഒരു വസ്ത്രം, പട്ടുവസ്ത്രം. ദുകൂലേ എന്ന് പറയുമ്പോൾ രണ്ട് എന്ന് വെച്ചാലോ, താഴെ ഒന്ന് മുകളിലൊന്ന്, ഉത്തരീയം ഒന്ന്. അപ്പൊ വേഷ്ടിയും മുണ്ടും അതാണ് കൊടുത്തത്, സാരിയല്ല. വേഷ്ടിയും മുണ്ടുമായിട്ട് ദുകൂലേ അസ്യൈ ദദുഹു, അവൾക്ക് ദാനം ചെയ്തു, അവൾക്ക് കൊടുത്തു. ഈ സ്ത്രീകള് ദേവിക്ക് രണ്ട് വസ്ത്രങ്ങൾ കൊടുത്തു. താഴെ വേഷ്ടിയായി ഉടുക്കാനും മുകളില് ഉത്തരീയമായി ഉടുക്കാനുമുള്ളതായിട്ടുള്ള രണ്ട് വസ്ത്രങ്ങളും കൊടുത്തു, നന്നായി കുളിപ്പിച്ചിട്ട്. ഇതൊക്കെ വാസ്തവത്തിൽ താത്വികമായി ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. ദേവഹൂതി ദേവി ഇത്രയും കാലം തന്റെ കർമ്മയോഗം കൊണ്ട് പരിശുദ്ധയായി അല്ലേ, ഇത്രയും കാലം കർമ്മയോഗം അനുഷ്ഠിക്കുകയായിരുന്നു. ആ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരു സാധകന് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ചിത്തം പരിശുദ്ധമാകുന്നത്, അതുപോലെ ചിത്തം പരിശുദ്ധമാവുകയാണ്. ഇനി ഭക്തി വളരാൻ പോവുകയാണ്. നവവിധ ഭക്തി ഈ ഹൃദയത്തിൽ, ഈ മനസ്സിൽ വളരാൻ പോവുകയാണ്. അങ്ങനെ നവവിധ ഭക്തി വളർന്നു കഴിയുമ്പോഴാണ് ജ്ഞാനം ഉദിച്ചു വരിക. അപ്പം 9 കന്യകമാരുണ്ടാകുന്നതും കപിലൻ എന്ന പുത്രൻ ഉണ്ടാകുന്നതും ഒക്കെ അതിൻ്റെ കൂടി ഒരു താത്വികമായിട്ടുള്ള ഭാവം കൂടിയാണ്. അപ്പൊ ഇപ്പൊ ഈ ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് ശരീരം ശുദ്ധമാക്കി, രജസ്സെല്ലാം കളഞ്ഞു, പൊടി എല്ലാം കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് രജസ്സാണ്? മനസ്സിലുള്ള രജസ്സെല്ലാം കളഞ്ഞ് പരിശുദ്ധയായി എന്നാണ് ഇവിടെ. നിർമ്മലങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് പറയുന്നതിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന 2 വസ്ത്രങ്ങളെ ധരിച്ചു. നിർമ്മലേ ദുകൂലേ, മനസ്സിലുള്ള രജസ് മുഴുവൻ പോയതും ജ്ഞാനവൈരാഗ്യങ്ങൾ വന്നു. ഇനി 9 രീതിയിലുള്ള ഭക്തിയും വളർന്നു വരും. ഭൂഷണാനി പരാർദ്യാനി വരീയാം സിദ്ധ്യുമന്തിച്ച് അന്നം സർവഗുണോപേതം പാനം ചൈവാമൃതാസവം. പരാർദ്യാനി വരീയാംസി ദ്യുമന്തി ആഭരണാനി ഭൂഷണാനി സർവഗുണോപേതം അന്നം ച അമൃതാസവം പാനം ച ദദുഹു എന്ന് എല്ലാം കൊടുത്തു എന്നർത്ഥമാണ്. അപ്പൊ പരാർദ്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, വരീയാംസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠങ്ങളായത്, ഉത്കൃഷ്ടങ്ങളായത്,
ദ്യുമന്തി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നതായിട്ടുള്ള ഭൂഷണാനി, ഭൂഷണാനി എന്ന് പറഞ്ഞാൽ ആഭരണാനി, അലങ്കാരങ്ങളെയും എല്ലാതരം ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും ഒക്കെ അണിയിച്ചു. സർവഗുണോപേതം അന്നം ച, എല്ലാ ഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള അന്നത്തെയും നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ്. അമൃതാസവം പാനം, അമൃതം പോലെ ഇരിക്കുന്ന ആസവം ആയിട്ടുള്ള പാനീയത്തെയും കൊടുത്തു. ശീതള പാനീയങ്ങൾ അതെല്ലാം കൊടുത്ത് ദേവിയെ സന്തോഷിപ്പിച്ചു. അപ്പോൾ നല്ല ആഭരണങ്ങൾ ധരിപ്പിച്ചു, അമൃത സമാനമായിട്ടുള്ള ആസവം, അതുപോലെ നല്ല ഗുണമുള്ളതായിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാം കൊടുത്ത് സൽക്കരിച്ചു എന്നർത്ഥം. ഇനി അതാ ദേവി തന്നെ കണ്ണാടിയിൽ നോക്കുകയാണ്. നാളെ കാണാം നമുക്ക്. ദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. ഇപ്പോൾ ദേവി സുന്ദരിയായി. അത് 30 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഭർത്താവുമായിട്ട് വിമാനത്തിൽ കയറി എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആ വർണ്ണനയാണ് നമുക്ക് നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.